കള്ളനെ പേടിച്ച് പോലീസിനെ കൊണ്ടുവന്നു. ഇപ്പോൾ പോലീസിനെ പേടിച്ച് നടക്കാൻ നിവൃത്തിയില്ല. ഇതിൽ ആരാണ് കള്ളൻ, ആരാണ് പോലീസ് എന്നുള്ളതാണ് പ്രശ്നം. അവിടെയാണ് കള്ളൻ പോലീസായാൽ എന്തുവരും എന്നുള്ളതാണ് ഇപ്പോഴത്തെ പ്രശ്നം. അഭിമാനത്തിൻ്റെ ഭാഗമായിരിക്കുകയാണ് ഒരു മുറ്റത്തൊരു കാറ്, അതിൻ്റെ ബാക്കിൽ വലിയൊരു വീട്. എല്ലാ പ്രശ്നങ്ങൾക്കും കാരണം എം.ആർ. അജിത് കുമാർ ആണ് എന്ന് സ്ഥാപിച്ചെടുക്കാൻ ശ്രമിക്കുന്നതിന് പിന്നിൽ ഒരു വെസ്റ്റഡ് ഇൻഡസ്ട്രി ഇല്ലേ? ഇത് ഒരു ബ്ലാക്ക് മെയിലിംഗ് ടെക്നിക്കായിട്ട് MLA മാത്രമല്ല പലരും ഉപയോഗിക്കാറുണ്ടെന്നുള്ളതാണ്. ചട്ടവിരുദ്ധമായിട്ടാണ് നിർമ്മാണ പ്രവർത്തനങ്ങൾ നടക്കുന്നത്. അവിടെ 2 നിലയിൽ കൂടുതൽ അത്തരത്തിലുള്ള കാര്യങ്ങൾ കുറച്ച് ആക്ഷേപങ്ങൾ കേൾക്കും. നിയമലംഘനം എവിടെ ഇല്ല എന്നതാണ് നമ്മൾ ആലോചിക്കേണ്ടത്. വമ്പന്മാർക്ക് വേണ്ടി നിയമങ്ങൾ മാറിക്കൊടുക്കും അല്ലെങ്കിൽ മാറ്റിക്കൊടുക്കും. നിങ്ങൾ എന്ത് അഴിമതി കാണിച്ചാലും സർക്കാർ സംരക്ഷിച്ചു കൊള്ളും എന്നുള്ളൊരു സന്ദേശമാണോ പോലീസുകാർക്ക് മുഖ്യമന്ത്രി കൊടുക്കുന്നത്? മാതൃകാപരമായ ശിക്ഷ എവിടെ ഉണ്ടാവുമോ? നമ്മുടെ നിയമമേ പ്രശ്നമല്ല. ഇപ്പം ക്രിമിനലിനേക്കാൾ വലിയ ക്രിമിനലായിട്ട് പോലീസ് ഡിപ്പാർട്ട്മെൻറ്റിലുണ്ടെന്ന് DGPമാർ പറയുന്ന കാലമാണ്. തലസ്ഥാനത്ത് ADGP എം.ആർ. അജിത് കുമാർ ഭാര്യയുടെ പേരിൽ വീട് നിർമ്മിക്കുന്നത്. ഹലോ അനീഷ്, ഞാൻ വന്നിട്ട് കുറേ നേരമായി. താങ്കൾ ഭയങ്കര വായനയിലാണ്. സാർ, ഞാൻ എം.ആർ. അജിത് കുമാർ എന്ന് പറയുന്ന നമ്മുടെ ADGP ഇങ്ങനെ വാർത്ത എന്താണ് അദ്ദേഹത്തിന്റെ വീടുമായി ബന്ധപ്പെട്ട വാർത്ത ഇങ്ങനെ വായിക്കുകയായിരുന്നു. അപ്പോൾ അതിൽ അങ്ങ് ഇൻഡെപ്ത് ആയിട്ട് ഒരു പോലീസുകാരൻ, അതൊരു IPS ഓഫീസർ ആയിട്ട് കൂടി അദ്ദേഹം ഒരു വീട് വെച്ച് അതൊന്ന് പൂർത്തിയാക്കാൻ പെട്ട പാടിങ്ങനെ വായിച്ചതിലങ്ങ് ഇരുന്നു പോയി. ഏതായാലും സാർ വന്നല്ലോ, നമുക്ക് ഏതായാലും വിഷയത്തിലോട്ട് കിടക്കാം. നമുക്ക് സാറിനെ ഇൻ്റർവ്യൂവിലേക്ക് സ്വാഗതം ചെയ്യുന്നു. വെൽക്കം സാർ. സാർ, ഇപ്പോൾ ഇതിൽ തന്നെ ഈ ഒരു വിഷയത്തിൽ തന്നെ നമുക്ക് തുടങ്ങാം. അതായത് ഒരു ADGPക്ക് എന്താ പറയുക, അദ്ദേഹം കവടിയാർ അടുത്തായിട്ട് മറ്റൊരു കൊട്ടാരം പണിയുന്നു എന്നാണ് നമ്മുടെ ബഹുമാന്യനായ ജനപ്രതിനിധി പറഞ്ഞത്. ഇന്നലെ 12,000 സ്ക്വയർ ഫീറ്റോ എന്തോ, കൃത്യമായി കണക്കൊന്നും അദ്ദേഹം പറഞ്ഞില്ല, അത്രയൊക്കെ പറഞ്ഞത്. പക്ഷേ ഇപ്പം മനസ്സിലാക്കിയത്, വാർത്തകളിൽ നിന്ന് മനസ്സിലാക്കുന്ന 4,000 സംതിങ്, അത്ര വലിയൊരു കുഴപ്പമൊന്നും ഇല്ലാത്തൊരു ഫിഗറാണെന്ന് മനസ്സിലാക്കുന്നു. താങ്കൾക്ക് എന്ത് തോന്നുന്നു? ഇതൊക്കെ ഒരു കൊട്ടാരമാണോ? എന്താ അല്ലേ, ഇന്ന് കേരളത്തിൽ മുഴുവൻ കൊട്ടാരമാണ്. അതുകൊണ്ടാണ് ഈ പ്രകൃതി ദുരന്തം തന്നെ ഇങ്ങനെ വരുന്നതെന്നാണ് പറയുന്നത്. കാരണം നമ്മുടെ ഇവിടുന്ന് കൂലിപ്പണിക്കാരനായിരുന്നു ഗൾഫിൽ പോയിട്ട് തിരിച്ചിവിടെ വന്ന് ആ കാശ് മുഴുവൻ ഒരു കൊട്ടാരം പണിതങ്ങ് തീർക്കുകയാണ്. ഇപ്പോൾ ഈ സാധാരണക്കാർ ഇപ്പോൾ ഇത് സ്റ്റാറ്റസിൻ്റെ ഭാഗമാണ്. മോളെ കെട്ടിച്ചയക്കണമെങ്കിൽ ഒരു കൊട്ടാരം വേണം എന്നുള്ളതാണ് നമ്മുടെ നാട്ടിലെ ഇപ്പോഴത്തെ അവസ്ഥ. ഒരു ന്യൂ നോർമൽ മനസ്സിലായി. അതാണ് ഇപ്പോഴത്തെ ഒരു അവസ്ഥ. ഇതിലിപ്പോൾ 4,500 സ്ക്വയർ ഫീറ്റ് എന്ന് തന്നെ നമുക്ക് അനുമാനിക്കാം. സപ്പോസ് ഈ 4,500 സ്ക്വയർ ഫീറ്റ് ഉള്ള ഒരു വീട് പണിയാൻ ADGPക്ക് ശമ്പളം ഉണ്ടോ എന്നൊക്കെ ചില ആൾക്കാർ ഇപ്പോൾ എസ്പെഷ്യലി സൈബർ മീഡിയയിലൊക്കെ ചോദിക്കുന്നുണ്ട്. ശരിക്കും ഒരു A ക്ലാസ് ജീവനക്കാരൻ അല്ലെങ്കിൽ ഒരു B ക്ലാസ് ലെവലിലുള്ള ഒരു ജീവനക്കാരൻ പോലും ഒരു 2,000-2,500 സ്ക്വയർ ഫീറ്റ് ഉള്ള ഒരു വീട് വെക്കുന്നത് വലിയ അത്ഭുതമല്ല. അത് ആഡംബരമാണോ അല്ലയോ എന്നുള്ളത് വേറൊരു കാര്യം. പക്ഷേ വെക്കുന്നത് ഇറ്റ്സ് ക്വൈറ്റ് നാച്ചുറൽ, പോസിബിൾ ആണ്. അപ്പോൾ അങ്ങനെ ആ സ്ഥിതിക്ക് ഒരു ADGPക്ക് 4,500 സ്ക്വയർ ഫീറ്റിൽ ഒരു വീട് വെക്കുന്നതിൽ എന്തെങ്കിലും തെറ്റുണ്ടോ? തെറ്റില്ല എന്ന് മാത്രമല്ല, ഞാൻ അതിനൊരു ഉദാഹരണം കൂടെ പറയാം. എൻ്റെ അനുഭവത്തിൽ ഇത് 90കളുടെ അവസാനമാണ്. ഒരു നോർത്ത് ഇന്ത്യൻ ഒരു IPS ഓഫീസർ ഇവിടെ വന്ന് SP ആയി. അദ്ദേഹം എന്നോട് ഒരു ദിവസം പറയുകയാണ്, എൻ്റെ കീഴിൽ 10-25 SIമാരുണ്ട്. അന്ന് SI ആണ് SHO. അവർ ഇവിടെ വരും, സല്യൂട്ട് അടിക്കും, സാർ എന്ന് വിളിക്കും, ഒരു പേപ്പർ തരും. ഞാൻ ചോദിക്കും എന്താണ് പേപ്പർ? സാർ ഇത് പാൽകാച്ച്. അപ്പോൾ എന്താണ് പാൽകാച്ചെന്ന് എനിക്ക് ആദ്യം അറിയില്ല, ഇപ്പോൾ അറിയാം, അത് ഹൗസ് വാമിംഗ് ആണെന്ന്. ഞാൻ അവിടെ ഓക്കെ, വെരി ഗുഡ്, നല്ലത്, സാർ വരണം. ഞാൻ വരാം. അവിടെ പോവും. കാണുമ്പോൾ പലേഷ്യസ് ഹൗസാണ്. വളരെ, എനിക്ക് പോലും അങ്ങനെ ഒരു വീട് വെക്കാൻ പറ്റില്ല. 4 വർഷത്തെ സർവീസ് കൊണ്ട്, 5 വർഷത്തെ സർവീസ് കൊണ്ട് SI വീട് വെച്ചിരിക്കുന്ന അദ്ദേഹം പറയുന്നത്. അപ്പോൾ ടൈൽസ് ഉണ്ട്, മാർബിൾ ഉണ്ട്, എല്ലാ സൗകര്യങ്ങളും ഉണ്ട്. അപ്പോൾ ഇദ്ദേഹം പറയുന്നത്, എന്നിട്ട് ചോദിക്കും ഇതെങ്ങനെ 4 വർഷം കൊണ്ട് സാധിച്ചു? ദൈവത്തിൻ്റെ സഹായം സാർ. അപ്പോൾ ഞാൻ മനസ്സിൽ പറയും, ഇവന്റെ ദൈവം ആരെന്ന് എനിക്കറിയാം. ബാറുടമയാണ്, പാറമട ആളാണ്, മണൽ മാഫിയയുടെ ആളാണ്, ഇതാണ് ഇവന്റെ ദൈവം എന്ന് എനിക്കറിയാം എന്ന് പറയുകയാണ് പുള്ളി. പക്ഷേ ഇപ്പോഴത്തെ ഇത് ഒരു സാധാരണഗതിയിൽ ഒരു SIക്ക് പോലും ഒരു വീട് വെക്കാനൊന്നും ഇപ്പം ഇന്നത്തെ കാലത്ത് വലിയ ബുദ്ധിമുട്ടില്ല എന്നുള്ളതാണ് അവസ്ഥ. ഇത് നോർമലാണെങ്കിൽ പോലും ഒരു ലോൺ വാങ്ങിച്ചാൽ ചെയ്യാമെന്നുള്ളതേ ഉള്ളൂ. ഇപ്പോൾ എം.ആർ. അജിത് കുമാർ വെച്ചത് ആഡംബര സൗധമാണ്, കവടിയാർ കൊട്ടാരത്തിനടുത്താണെന്നൊക്കെ പറയുന്നു. പക്ഷേ അതേസമയം കേരള പോലീസിലെ തന്നെ ട്രിവാൻഡ്രത്ത് തന്നെയുള്ള പല ഉന്നത ഉദ്യോഗസ്ഥരും ഇതിനേക്കാൾ ഉയർന്ന രമ്യഹർമ്മ്യങ്ങൾ, ഇതിനേക്കാൾ കൂടിയ സ്ക്വയർ ഫീറ്റിലൊക്കെ വീടുകൾ പണിതിട്ടുണ്ട്. അപ്പോൾ അവരിലേക്കൊക്കെ അന്വേഷണം നീളുകയാണെങ്കിൽ, അങ്ങനെയാണെങ്കിൽ ശരിക്കും ഈ എല്ലാ IPS ഉദ്യോഗസ്ഥരുടെയും വീടിൻ്റെ ഒരു അളവെടുക്കേണ്ടി വരില്ലേ? IPS മാത്രമല്ലേ, എല്ലാ സർക്കാർ ഉദ്യോഗസ്ഥൻ്റെയും വീട് നോക്കിക്കഴിഞ്ഞാൽ എങ്ങനെയെങ്കിലും അവരൊരു നല്ല വീട് ഒപ്പിക്കും. അതെല്ലാം അഴിമതിയാണെന്ന് പറഞ്ഞാൽ പിന്നെ നിവർത്തിയില്ല.
എന്നോടൊരു അങ്ങനെ കാശുള്ളവരുണ്ടാവുമല്ലോ. കാശുള്ളവരുണ്ടാവും, ഭാര്യയുടെ സ്വത്ത് വിറ്റ് ചെയ്യുന്നവരുണ്ട്, കുടുംബപരമായ സ്വത്ത് കിട്ടിയവരുണ്ട്, വലിയ ലോൺ എടുത്ത് ചെയ്യുന്നവരുണ്ട്. ഇപ്പൊ ടെക്നോ പാർക്കിലൊക്കെ ജോലി കിട്ടുന്നവർ എന്താ ചെയ്യുന്നത്? ആദ്യമേ തന്നെ ഒരു ഭയങ്കര ലോൺ അങ്ങ് എടുക്കും, ഒരു കാറും വാങ്ങിക്കും, ഒരു വീടും വാങ്ങിക്കും. അതുകൊണ്ടാണ് ഈ ഇടയ്ക്ക് ജോലി പോയാൽ അവിടുന്ന് ചാടി ആത്മഹത്യയൊക്കെ ചെയ്യുന്നതാണ്. പിന്നെ നിവൃത്തിയിൽ എന്ത് ചെയ്യണമെന്ന് അറിഞ്ഞുകൂടാ. അപ്പം നമ്മുടെ ഒരു പിന്നെ എന്താ അഭിമാനത്തിന്റെ ഭാഗമായിരിക്കുകയാണ് ഒരു മുറ്റത്തൊരു കാറ്, അതിന്റെ ബാക്കിൽ വലിയൊരു വീട്, നല്ല പെയിന്റൊക്കെ അടിച്ചത്. അതായത് ശരാശരി മലയാളി വീട് എന്ന് പറയുമ്പോൾ ഇത്രയ്ക്ക് സങ്കല്പങ്ങൾ വെച്ച് പുലർത്തുമ്പോൾ ഒരു ADGP 4500 സ്ക്വയർ ഫീറ്റിൽ ഒരു വീട് വെക്കുന്നതിൽ ഒരു അത്ഭുതമില്ല, ഒരു തെറ്റുമില്ല. അദ്ദേഹത്തിന് കേപ്പബിൾ ആണ്. ഇവിടെ കൗൺസിലർ ആയി കഴിഞ്ഞാൽ പുതിയ വീട് വെക്കുന്നത് എത്രയോ പേരുണ്ട്. 5 വർഷമാണ് കൗൺസിലറുടെ കാലാവധി. 5 വർഷത്തിനകത്ത് വീട് വെക്കും. അതിനകത്ത് പഞ്ചായത്ത് മെമ്പർ, കൗൺസിലറൊക്കെ നല്ല വീട് വെക്കും. ഒരു ADGPക്ക് അങ്ങനെ ഒരു വീട് വെച്ചുകൂടായി എന്നൊന്നും. വീട് വെക്കാൻ വേണ്ടിയിട്ട് ചില പ്രത്യേക റേഞ്ചുകളിലോട്ടൊക്കെ ട്രാൻസ്ഫർ വാങ്ങി പോകുന്ന പോലീസുകാരെ കുറിച്ച് കേട്ടിട്ടുണ്ട്. എന്താണ് താങ്കളുടെ ഒരു അഭിപ്രായം? അല്ല, അത് എങ്ങനെ അഴിമതി കൈക്കൂലി കിട്ടാൻ വേണ്ടിട്ടോ? സ്വാഭാവികമായിട്ട് അതായിരിക്കുമല്ലോ. അങ്ങനെ ചെയ്യുന്ന ഒത്തിരി പേരുണ്ടെന്നാണ് ഞാൻ പറഞ്ഞേ. ഈ പിന്നെ ഞാൻ പറഞ്ഞില്ലേ, ഒരു ആള് പറഞ്ഞത് 4 വർഷം കൊണ്ട് സല്യൂട്ട് അടിച്ച് വന്നിട്ട് പറയാണ് ഞാൻ വീട് വെച്ചിട്ടൊന്ന്. അപ്പോൾ 4 വർഷം കൊണ്ട് എങ്ങനെയാണ് വീട് വെക്കാൻ പറ്റുന്നതെന്ന് അദ്ദേഹം ആലോചിക്കുകയാണ്. അപ്പോൾ ഇതുപോലെ ചെയ്യുന്ന കുറേ പേരുണ്ട്. എന്നാൽ വളരെ കഷ്ടപ്പെട്ട് ഈ ഞാൻ പറഞ്ഞ SPയെ പോലുള്ള ആൾക്കാരുണ്ട്. കിട്ടുന്ന ശമ്പളം വെച്ച് അതിൽ നിന്ന് കിട്ടുന്നതിന് ബാക്കി വെച്ച് ഒരു വീട് പണിയുന്നവരുണ്ട്. പക്ഷേ അതേസമയം ഇപ്പം നമുക്കിപ്പോൾ എന്താ പറയുക, ഒരു ആക്ഷേപം ഉന്നയിക്കുമ്പോൾ ഇവിടെ കഷ്ടപ്പെട്ടായാലും അല്ലാതെ ആയാലും വീട് വയ്ക്കുന്ന എല്ലാ ഉദ്യോഗസ്ഥരെയും ഇരുട്ട് നിർത്തുന്നത് ശരിയല്ല. നല്ല രീതിയിൽ മാന്യമായി കിട്ടുന്ന വരുമാനം കൊണ്ട് മാത്രം ജീവിക്കുന്ന ഒരുപാട് ഉദ്യോഗസ്ഥരുണ്ട്. അത് IPSകാരും ഉണ്ട്, താഴെത്തട്ടിലുള്ള ഉദ്യോഗസ്ഥരുണ്ട്. പക്ഷേ താങ്കൾ ഇത് പറയുമ്പോഴും MR അജിത് കുമാർ വീട് വെച്ചു, അത് കൊട്ടാരമാണ്, 12,000 സ്ക്വയർ ഫീറ്റ് ആണ്, അതിൽ ഇപ്പോൾ ചട്ടവിരുദ്ധമായി എന്തൊക്കെയുണ്ടെന്ന് പറയുന്നു, സെല്ലാർ പണിയുന്നു എന്ന് പറയുന്നു, 2 നിലയിൽ കൂടുതൽ ഹൈറ്റ് ഉണ്ടെന്നൊക്കെ പലതരത്തിലുള്ള കിംവദന്തികളാണ് പറയുന്നത്. ഇതെല്ലാം എത്രത്തോളം ശരിയാണെന്നുള്ളത് കാത്തിരുന്ന് കാണേണ്ട കാര്യമാണ്. പക്ഷേ ശരിക്കും പറഞ്ഞാൽ MR അജിത് കുമാർ അദ്ദേഹത്തിൻ്റെ ശമ്പളം കൊണ്ട് തന്നെയാണ്, അല്ലെങ്കിൽ അദ്ദേഹത്തിൻ്റെ കുടുംബപരമായി കിട്ടിയ പ്രോപ്പർട്ടി, അദ്ദേഹത്തിൻ്റെ കുടുംബസ്വത്ത് കൊണ്ട് തന്നെ ഈ വീട് വെക്കുന്നു എന്ന് കരുതുക. അതേസമയം ഇന്നും ഈവൻ IPSൽ നിന്ന് റിട്ടയർഡ് ആയിട്ട് പോലും ഒരു വീട് വെക്കാൻ നിവർത്തിയില്ലാത്ത IPSകാർ ഈ ട്രിവാൻഡ്രം സിറ്റി ജീവിക്കുന്നുണ്ട്. അപ്പോൾ അവർക്ക് അവരുടെ ഒരു ചിന്ത എന്തായിരിക്കും എന്നാണ്, ഇനി ഞാൻ ഈ റിട്ടയർമെന്റിന് ശേഷം, അതായത് 60 വയസ്സിൽ പെൻഷനായി, എന്നിട്ടും ഞാൻ ഇനി എന്ന് വീട് വെക്കും? ട്രിവാൻഡ്രത്ത് നമുക്ക് കേരളത്തിന് മുഴുവൻ അറിയാവുന്ന ഒരു IPS ഓഫീസറുണ്ട്. അദ്ദേഹം ഇപ്പോഴും ഒരു SP-യുടെ വീട്ടിലാണ് വാടകയ്ക്ക് താമസിക്കുന്നത്. അതായത് SP-ക്ക് ഒന്നിലധികം വീടുകളുണ്ട്. അദ്ദേഹത്തിന്റെ എന്താ പറയുക, സുപ്പീരിയർ ആയിരുന്ന ഈ DGP തിരുവനന്തപുരം നഗരത്തിൽ ആ SP-യുടെ ഒരുപാട് വീടുകളിൽ ഒരു വീട്, ആ വീട്ടിൽ വാടകയ്ക്ക് താമസിക്കുക. ഒന്ന് ആലോചിച്ച് നോക്കിയേ. അപ്പം ഇതുകൊണ്ടാണ് ജനങ്ങൾ ഈ മറ്റേ ഒരു വീട് വെക്കുന്നതിനെ ആളുകൾ ഇങ്ങനെ താരതമ്യം ചെയ്യുന്നത്. ഒരുപാട് SP-മാരും സർക്കിൾമാരും SI-മാരും ഒക്കെ പല വീടുകൾ വെക്കുന്നുണ്ട്. അപ്പോൾ ആൾക്കാർ വിചാരിക്കുന്നത് ബാക്കിയുള്ളവരും ഇങ്ങനെയാണെന്നാണ്. എല്ലാവരും കൈക്കൂലിക്കാരാണ്, എല്ലാവരും വീട് വെക്കുന്നത് ഇങ്ങനെയാണെന്ന് തെറ്റിദ്ധരിക്കും. ഈയിടെ ഞാനിപ്പോൾ റിട്ടയർ ചെയ്തിട്ട് ചെറിയൊരു വക്കീൽ പണിയും കൂടെ നടത്തുന്നുണ്ട്. അപ്പോൾ ഒരു ക്രിമിനൽ ലോയറുമായിട്ട് ഞാൻ ഇന്നലെ സംസാരിച്ചപ്പോൾ അദ്ദേഹം പറയാണ്, ഈ വീട് വയ്ക്കുന്ന കാര്യം പറഞ്ഞപ്പോൾ പറയാണ്, നല്ല ക്രിമിനൽസ് എന്നോടത്ത് ചിലപ്പോൾ ഞാൻ ചോദിക്കും, എടാ ഞാൻ ആ കാര്യം ഞാൻ അവിടുത്തെ SHO എടുത്ത് പറയാം. SHO എടുത്ത് സാറ് പറയണ്ട, അത് ഞാൻ മാനേജ് ചെയ്യും. അതങ്ങനെ അന്തം വിട്ടു. അതെങ്ങനെയാണെന്ന് ചോദിക്കാൻ പറഞ്ഞത്, അത് വേറൊന്നുമില്ല സാറേ, അത് പുള്ളിയുടെ പ്രോപ്പർട്ടി. സാറ് പുതിയ വീട് വാങ്ങിച്ചത് അവിടെ അതെനിക്കറിയാം എന്ന് പറഞ്ഞാൽ മതി, മിക്കവാറും ഒതുങ്ങും. അല്ലെങ്കിൽ അംബാസമുദ്രത്തിൽ സാർ ഒരു 5 ഏക്കർ ഇപ്പോൾ വാങ്ങിച്ചിട്ടുണ്ടല്ലോ, കാറ്റാടിക്കഴയുടെ ഒരു ബിസിനസ് ചെയ്യുന്നത്. അതിനെക്കുറിച്ച് ഞാൻ ഇങ്ങനെ കേട്ടു എന്ന് പറഞ്ഞാൽ മതി, അതോടെ എനിക്ക് അവിടെ ഈസി വാക്ക് ഓവറാണ്. അതായത് ഈ ഉദ്യോഗസ്ഥന്റെ എല്ലാ കാര്യങ്ങളും ഇദ്ദേഹത്തിന് അറിയാം. ഇത് ഒരു ബ്ലാക്ക് മെയിലിംഗ് ടെക്നിക്കായിട്ട് ഇപ്പോൾ പിന്നെ നമ്മുടെ MLA മാത്രമല്ല പലരും ഉപയോഗിക്കാറുണ്ടെന്നുള്ളതാണ്. മനസ്സിലായില്ലേ? ഇത് പോയിന്റ് ചെയ്യുന്ന ഇതാണ്. ഈ കുറച്ചാൾ മുന്നേ നടന്നൊരു കാര്യം ഞാൻ ഓർക്കുകയാണ്. അതായത് ഒരു IPS ഓഫീസർ, പേര് പറയുന്നില്ല, IPS ഓഫീസറുടെ വീട് പണി നടക്കുകയാണ്. അത് ഇച്ചിരി ഒരു വിവാദമായ വീട് പണിയാണ്. അവിടേക്ക് മണ്ണടിക്കാൻ ഇപ്പോൾ ട്രിവാൻഡ്രത്തെ കുപ്രസിദ്ധ ഗുണ്ടകളാണ് അവിടെ മണ്ണ് തട്ടിക്കൊടുത്തത്. അപ്പോൾ ഇങ്ങനെയൊക്കെയാണ് IPSകാർ വീട് പണിയുന്നത് എന്നുള്ളൊരു കഥയും കൂടെ ഉണ്ട്. അത് ഇത്തരത്തിലുള്ള അനുഭവങ്ങൾ അല്ലെങ്കിൽ സംഭവങ്ങൾ സാർ ഫേസ് ചെയ്തിട്ടുണ്ടാവില്ല? ഈ ക്രിമിനൽസിനെ പിന്നെ ഏറ്റവും കൂടുതൽ ഉപയോഗിക്കുന്നത് മാഫിയകളല്ല, പോലീസ് ഓഫീസർമാരാണെന്നാണ് ഇപ്പോഴത്തെ പല അതായത് ജേക്കബ് പുന്നൂസ് സാർ DGP ആയിരുന്നപ്പോൾ പറഞ്ഞു 50% ക്രിമിനൽസാണ്. ഒരു DGP അങ്ങനെ പറയാൻ പാടില്ല, അദ്ദേഹം പറഞ്ഞു ഗതിരന്തരമില്ലാതെ പറഞ്ഞതാണ്. 50% പോലീസുകാർ ക്രിമിനൽസ് ആണെന്ന് പറഞ്ഞു. അതേപോലെ താഴെത്തട്ടിലുള്ള ഉദ്യോഗസ്ഥരെയും കൂടെ ചേർത്തിട്ടാണ്. അതെ, താഴെത്തട്ടിലുള്ളവരെയാണ് അന്ന് ഉദ്ദേശിച്ചത്. കാരണം മേൽത്തട്ടിൽ അന്ന് അത്രയ്ക്ക് വലിയ പ്രശ്നമില്ലായിരുന്നു. ഇപ്പോഴാണ് മേൽത്തട്ടിലും ഇതുപോലെ വന്നത്. ഇതിന്റെ കാരണം പ്രധാനമായിട്ടും പൊളിറ്റിക്കൽ പിന്നെ ഇന്റർഫിയറൻസ് ആണ്. അതായത് നിയമപാലകരെ ഒരു കാരണവശാലും നിയമലംഘകരാകാൻ അനുവദിക്കരുത്. അവിടെയാണ് പ്രശ്നം വരുന്നത്. നിയമപാലകരായിട്ട് തന്നെ നിലകൊള്ളണം. അവരെന്ന് നിയമലംഘകരാകുന്നോ
അന്ന് മുതൽ കുത്തഴിഞ്ഞു പോയി. മുഖ്യമന്ത്രി ഇന്നലെ പറഞ്ഞില്ലേ, ഈ സർവീസിനകത്തെ ഡിസിപ്ലിൻ ഞാൻ പൊന്നുപോലെ കാത്തു സൂക്ഷിക്കുന്നു. പൊന്നുപോലെ ഡിസിപ്ലിൻ കാത്തു സൂക്ഷിക്കണമെങ്കിൽ അദ്ദേഹം ആരോപണ വിധേയരെയും കാത്തു സൂക്ഷിക്കുകയാണ്. അവിടെയാണ് പറഞ്ഞത്, നിയമത്തിൻ്റെ വഴി വിട്ട് ഒരു പോലീസ് ഓഫീസറും സിവിൽ പോലീസ് ഓഫീസറും ചെയ്യുന്നില്ല എന്ന് ഉറപ്പാക്കുന്ന സന്ദർഭത്തിലേ അത് പറ്റുള്ളൂ. ഈ അമാസ്മെന്റ് എന്ന് പറയുന്നതാണ് ഇപ്പോഴത്തെ ഒരു രൂക്ഷമായൊരു പ്രശ്നം. ഈ അതിനെക്കുറിച്ച് പോലീസ് ഉദ്യോഗസ്ഥർക്കിടയിലുള്ള അനധികൃത സ്വത്ത് സമ്പാദനം, അതേക്കുറിച്ചിട്ട് താങ്കൾക്ക് എന്താണ് പറയാനുള്ളത്? ഇത് സർക്കാർ സർവീസിൽ മൊത്തത്തിൽ ഇതിങ്ങനെ നടക്കുന്നുണ്ടെന്ന് ഞാൻ പറഞ്ഞു. പോലീസിൽ മാത്രമല്ല, പോലീസിൽ കുറച്ച് കൂടുതലാണ്. കാരണം അവർക്ക് പവർ ഉപയോഗിക്കാനുള്ള സാധ്യത, പിരിവ് കൂടുതൽ നടക്കും. ഇത് പല വഴികളുണ്ട്. ഇപ്പോൾ ഒരാൾ ഒരു SI ഇതുപോലെ പിന്നെ SHO അടുത്തുള്ളൊരു ബാറിൽ ചെന്നിട്ട് പൈസ ചോദിച്ചപ്പോൾ അയാൾ പറഞ്ഞു, ഞാൻ 25-30 ലക്ഷം രൂപ അവിടെ ചെയ്തിട്ടിരിക്കുന്നത് തനിക്ക് പൈസ തരാനല്ല എന്ന് പറഞ്ഞു. ശരി, കുഴപ്പമില്ല, നിന്റെ കച്ചവടം ഭംഗിയായിട്ട് പോട്ടെ എന്ന് പറഞ്ഞു. വൈകുന്നേരം ആയപ്പം SI അവിടെ ഒരു ജീപ്പും കൊണ്ടിട്ട് നിന്നു. ബാറിൽ വെള്ളം അടിക്കാൻ വരുന്ന ബൈക്കുകാരനെ എല്ലാവരെയും പിടിച്ചു. പിറ്റേ ദിവസം മുതൽ ആ ബാറിൽ ആരും പോകില്ല. കാരണം അവിടെ പോയാൽ പിടിക്കും, മറ്റേ ബാറിലാണെങ്കിൽ ആരും പിടിക്കില്ല എന്നായി. ഉടനെ തന്നെ ഇയാൾ ചെന്ന് മാപ്പ് പറഞ്ഞ് മാസപ്പടി കൊടുത്തു, സംഗതി ക്ലിയറായി. ഇതിൻ്റെ ഇത് വ്യക്തമാക്കുന്നത്, നമ്മൾ എപ്പോൾ നിയമലംഘകരാകുന്നോ അന്ന് എല്ലാം തീർന്നു. ഇപ്പോഴത്തെ ഞാനൊരു ഉദാഹരണങ്ങൾ പറഞ്ഞോട്ടെ. നമ്മുടെ ഏറ്റവും ടോപ്പിൽ ഇന്നലെ DGPമാർ, പോലീസ് ഡിപ്പാർട്ട്മെന്റിൽ ഏറ്റവും വലിയ കുഴപ്പം അതാണ്. 5 DGP, 6-7 ADGP, 10-60 IG മാർ, DIG, ഡെപ്യൂട്ടി IG മാർ 100ഓളം. എണ്ണത്തിൽ കുറവാണ് DIGമാർ എന്നാലും ഉണ്ട്. കാരണം അപ്ഗ്രേഡ് ചെയ്തൊക്കെ വെക്കും, മനസ്സിലായില്ലേ? പേര് കാണുകയില്ല. പഴയ ഒരു SP ഇഷ്ടപ്പെട്ട് കഴിഞ്ഞാൽ അവനെ അപ്ഗ്രേഡ് ചെയ്ത് ADGP ആയിക്കളയും, DIG ആയിക്കളയും. സാങ്ഷന്റെ സ്ട്രെങ്ത് കുറവാണ്. അങ്ങനെ പല അഡ്ജസ്റ്റ്മെന്റുകളുണ്ട്. അപ്പോൾ എങ്ങനെ നോക്കിയാലും ഈ IG മാർ തന്നെ എത്രയായി ഇപ്പം? പണ്ടൊരൊറ്റ IG ഉണ്ടായിരുന്നു. ഞാൻ പോലീസ് മേധാവി. അടിയന്തരാവസ്ഥ കാലത്തെ ഒരു IG, എനിക്കന്ന് 14 വയസ്സേ ഉള്ളൂ, ഞാനറിയില്ല. അപ്പോൾ സർവീസ് വന്നപ്പം ഒരു ഗസ്റ്റ് ഹൗസ് മാനേജർ, അദ്ദേഹം അഡീഷണൽ ഡയറക്ടറായിട്ടാണ് ഇട്ടത്, അദ്ദേഹം പറഞ്ഞ് ഈ പിന്നെ അടിയന്തരാവസ്ഥ കാലത്തെ IG-യെക്കുറിച്ച്, IG എന്ന് പറഞ്ഞാൽ ഇന്നത്തെ DGPയെ-കുറിച്ച് പറഞ്ഞു. ആ DGP അന്നത്തെ ആഭ്യന്തരമന്ത്രിയായിരുന്ന K. കരുണാകരൻ്റെ അടുത്ത് പോയിട്ട് സല്യൂട്ട് അടിച്ച് SR എന്ന് പറഞ്ഞ് കാര്യങ്ങൾ സംസാരിച്ചുകൊണ്ട് സർ ഐ വിൽ ഡു ദാറ്റ്, ഐ ഷാൽ എന്നൊക്കെ പറഞ്ഞ് നിൽക്കുകയാണ്. പെട്ടെന്ന് അദ്ദേഹത്തിന് ചെയ്യാൻ പാടില്ലാത്തൊരു കാര്യം ആയിരിക്കണം അദ്ദേഹം പറഞ്ഞ ഉടനെ അദ്ദേഹം പറഞ്ഞത്, സല്യൂട്ട് അടിച്ചിട്ട് തന്നെ പറയുകയാണ്, മിസ്റ്റർ കരുണാകരൻ, ഐ കാൺട്ട് ഡു ദാറ്റ് ബിക്കോസ് ദ എക്സിസ്റ്റിംഗ് റൂൾസ് നെവർ പെർമിറ്റ് മീ ടു ഡു സോ. അതായത് നിലവിലെ നിയമത്തിൽ താങ്കൾ പറഞ്ഞൊരു കാര്യം ചെയ്യാൻ ബുദ്ധിമുട്ടാണ് മിസ്റ്റർ കരുണാകരൻ. മുഖ്യമന്ത്രിയുടെ മുഖത്ത് നോക്കി അങ്ങനെ അടിയന്തരാവസ്ഥ കാലത്ത്, വേറെ എപ്പോഴാണെങ്കിലും പിന്നെയും ശ്രമിക്കാം, അടിയന്തരാവസ്ഥ കാലത്ത് അങ്ങനെ ഒരു IG, ഇന്നത്തെ DGP പറഞ്ഞു എന്ന് പറഞ്ഞാൽ, ആ നിയമം വിട്ട് എന്തെങ്കിലും പോലീസിൽ ചെയ്താൽ പോലീസ് പിന്നെ ഇല്ല. ഇത് പട്ടാളത്തിലും അങ്ങനെയാണ്. നിയമം വിട്ട് ഡിസിപ്ലിൻ വിട്ട് എന്ത് ചെയ്തോ പട്ടാളമില്ല, നിയമം വിട്ട് ഡിസിപ്ലിൻ വിട്ട് പോലീസിൽ എന്ത് ചെയ്തോ പോലീസില്ല. മനസ്സിലായി. ഇതിപ്പോൾ താങ്കൾ DGPയുടെ ഈ പവറിനെ കുറിച്ച് പറഞ്ഞപ്പോൾ, ഞാൻ എൻ്റെ കരിയറിൻ്റെ തുടക്കകാലത്ത് വളരെ സീനിയർ ആയിട്ടുള്ള ഒരു ജേർണലിസ്റ്റ്, അദ്ദേഹം പോലീസ് ബീറ്റ് നോക്കുന്ന ആളാണ് വർഷങ്ങളായിട്ട്. അപ്പോൾ അദ്ദേഹത്തോട് ഞാൻ ചോദിച്ചു ഒരിക്കൽ, സാർ, ഈ സംസ്ഥാന പോലീസ് മേധാവി ആകാൻ വേണ്ട മിനിമം യോഗ്യത എന്താണ് ഇതിൻ്റെ ഒരു മാനദണ്ഡം? അന്ന് ഞാനൊരു ട്രെയിനി ജേർണലിസ്റ്റാണ്. അപ്പോൾ അന്ന് ചോദിച്ചപ്പോൾ അദ്ദേഹം പറഞ്ഞ മറുപടി രസകരമായിരുന്നു, എനിക്കിപ്പോഴും ഓർമ്മയുണ്ട്. വീട്ടിൽ വലിയൊരു കുപ്പി മയിലെണ്ണ വേണം. ആ മയിലെണ്ണ വാങ്ങിയിട്ട് നന്നായിട്ട് മുതുകിലൊന്ന് ലേപനം ചെയ്തിട്ട് നന്നായിട്ട് എത്രത്തോളം വളയാൻ പറ്റുമോ അവൻ DGP ആണ്, അല്ലെങ്കിൽ സംസ്ഥാന പോലീസ്. ഞാൻ മുമ്പൊരു ഡിസ്കഷനിൽ പറഞ്ഞല്ലോ, 33 കശേരുക്കളുണ്ട്, അതിന് വിചാരി വെക്കണം, എന്നിട്ട് 66 ആക്കണം, എന്നിട്ട് ബെൻഡ് ചെയ്യണം എന്നാണ് ഒരു IPS ഉദ്യോഗസ്ഥൻ തന്നെയാണ്. ഇപ്പോഴത്തെ അൻവർ ഉന്നയിച്ച ഈ ആരോപണത്തിലോട്ട് വന്നു കഴിഞ്ഞാൽ, അൻവർ ടാർഗറ്റ് ചെയ്ത് കൃത്യമായി പറയുന്നത് ADGP MR അജിത് കുമാറിനെയാണ്. അദ്ദേഹത്തിനെതിരെയുള്ള ആരോപണങ്ങളായി തന്നെ നിൽക്കുന്നു. അത് അന്വേഷണത്തിൽ കണ്ടെത്തുമെന്ന് നമുക്ക് പ്രത്യാശിക്കാം, അല്ലെങ്കിൽ നോക്കാം എന്താണ് അതിൻ്റെ ആഫ്റ്റർ എഫക്റ്റ് എന്നുള്ള കാര്യം. പക്ഷേ കേരള പോലീസിലെ മുഴുവൻ പ്രശ്നങ്ങൾക്കും കാരണം അൻവർ ഇദ്ദേഹമാണോ, നമ്മുടെ MR അജിത് കുമാറാണോ, അല്ലെങ്കിൽ മറ്റു ഉദ്യോഗസ്ഥരാരും അഴിമതിക്കാരല്ലേ, അല്ലെങ്കിൽ എല്ലാ പ്രശ്നങ്ങൾക്കും കാരണം MR അജിത് കുമാർ ആണ് എന്ന് സ്ഥാപിച്ചെടുക്കാൻ ശ്രമിക്കുന്നതിന് പിന്നിൽ ഒരു വെസ്റ്റഡ് ഇൻട്രസ്റ്റ് ഇല്ലേ? താങ്കൾക്ക് എന്ത് തോന്നുന്നു? വെസ്റ്റഡ് ഇൻട്രസ്റ്റ് ഉണ്ടെന്ന് മാത്രമല്ല, നമ്മുടെ എല്ലാ കാര്യങ്ങളും ഇങ്ങനെയാണ്. അതായത് എനിക്കൊരു ബുദ്ധിമുട്ട് വന്നാൽ അതിലെ ഒരു പ്രശ്നം കാണിച്ചിട്ട് നമ്മൾ അതിൽ നിന്ന് എസ്കേപ്പ് ചെയ്യുക, അല്ലെങ്കിൽ ആ പ്രശ്നം കാണിച്ചിട്ട് വിഷയം വഷളാക്കി അതിൽ നിന്ന് മുതലെടുക്കുക. ഇത് പോലീസിലും മറ്റ് സർവീസിലും എല്ലാം സ്ഥിരം നടക്കുന്ന ഒരു പതിവാണ്. ഇപ്പോഴത്തെ ശരിയായ പ്രശ്നം ഇതൊന്നുമല്ല. ശരിയായ പ്രശ്നം പോലീസിൽ
തസ്തികകളുടെ ബാഹുല്യമാണ്. ഈക്വൽ തസ്തികകൾ ഒരുപാട് വന്നു കഴിഞ്ഞാൽ, ഇപ്പം ഞാൻ ചോദിക്കട്ടെ, നമുക്ക് മുഖ്യമന്ത്രി പിണറായി വിജയനെ നമ്മൾ ബഹുമാനിക്കുന്നത് എന്തുകൊണ്ടാണ്? ഒരു മുഖ്യമന്ത്രിയേ ഉള്ളൂ. ഇവിടെ 5 മുഖ്യമന്ത്രി ഉണ്ടെങ്കിൽ എന്താ അവസ്ഥ? ഈ മുഖ്യമന്ത്രി നമ്മൾ അപ്പുറത്തെ മുഖ്യമന്ത്രി എടുത്തു പോകും. മനസ്സിലായില്ലേ? ഇവർ തമ്മിൽ പിന്നെ ഫൈറ്റ് ചെയ്യേണ്ടി വരും കാര്യങ്ങൾ സാധിക്കാൻ. ഇനി 5 ഡെപ്യൂട്ടി ചീഫ് മിനിസ്റ്റർമാരുണ്ടെങ്കിൽ ആലോചിച്ച് നോക്ക്. അപ്പം അവർക്ക് രാഷ്ട്രീയക്കാർക്ക് ഇതൊക്കെ നല്ലപോലെ അറിയാം. കർണാടകയിൽ നമ്മുടെ ഇപ്പോഴത്തെ ഡെപ്യൂട്ടി സി എം ആയിരിക്കുന്ന അവിടുത്തെ ഒരു പ്രഗത്ഭനുണ്ട്, ശിവകുമാറിൻ്റെ അടുത്ത് ഒരു കോംപ്രമൈസ് വന്നപ്പം പറഞ്ഞു, സിദ്ധരാമയ്യ മുഖ്യമന്ത്രിയാവും, താങ്കൾ ഡെപ്യൂട്ടി സി എം, പിന്നെ മറ്റൊരു ഷെഡ്യൂൾ കാസ്റ്റിലുള്ള ഒരു ആളെയും കൂടെ അവർ ഡെപ്യൂട്ടി സി എം ആയിട്ട് പറഞ്ഞു. അപ്പോൾ ശിവകുമാർ പറഞ്ഞു പറ്റില്ല, ഞാൻ മതി സി എം എനിക്ക് സി എം ആവണം. സി എം ആവാൻ പറ്റിയില്ലെങ്കിൽ ഞാൻ മാത്രമേ ഡെപ്യൂട്ടി സി എം ആവൂ. 2 ഡെപ്യൂട്ടി സി എം വേണ്ട, ഒരു കാട്ടിൽ 2 സിംഹം. അപ്പോൾ ഇവിടെ 5 DGP ആവാം, 5 ഡെപ്യൂട്ടി DGP ആവാം, ADGP ആവാം, അല്ലേ? 5 അല്ല 7 മറ്റുണ്ട്. ADGPയുടെ എണ്ണം 7 DGP 4 കേഡർ പോസ്റ്റ്, 4 എക്സ്കേഡർ പോസ്റ്റ്, എക്സ്കേഡർ പോസ്റ്റാണ് ഉള്ളത്. പക്ഷേ ഇപ്പോൾ 7 മറ്റുണ്ട്. ഫലത്തിൽ 6 7 ADGPമാർ കേരളത്തിലുണ്ട്. പണ്ട് മുഖ്യമന്ത്രിയായിരുന്ന അതിൽ കൂടുതലുണ്ട്. അപ്പോൾ ഈ അച്യുതാനന്ദൻ മുമ്പ് അച്യുതാനന്ദൻ ഒരു തമാശ പറയുമായിരുന്നു, ADGP എന്ന് പറഞ്ഞാൽ അട്ടിമറി DGP ആണെന്ന്. അതായത് DGPയെ അട്ടിമറിക്കുന്ന ആളാണ് ADGP എന്ന്. ഇപ്പം അത് ഇപ്പോഴത്തെ ആരോപണം അത് തന്നെയാണ്. പോലീസുകാർക്കിടയിൽ ഒരു ചൊല്ലുണ്ട്, ഈ ട്രിവാൻഡ്രത്ത് ഇറങ്ങി കഴിഞ്ഞാൽ ADGP വരെ തട്ടിട്ട് നടക്കാൻ വയ്യാന്ന്. സല്യൂട്ട് അടിച്ചിട്ട് കൈ താഴെയിടാൻ പറ്റുന്നില്ലെന്നാണ് പല എവിടെ നോക്കിയാലും ADGP ആണ്. ഏത് ക്ലബ്ബിൽ പോയാലും ഒരു ട്രാഫിക് ഡ്യൂട്ടി നോക്കുന്ന പലരും പറയുന്നത്, എനിക്ക് ട്രാഫിക് ഡ്യൂട്ടി നോക്കാൻ പറ്റുന്നില്ല, ഏത് സമയവും സല്യൂട്ട് അടിക്കാനേ നിർത്തിയുള്ളൂ. 5-6 DGPമാർ പോകുന്നു, 5-6 ADGPമാർ പോകുന്നു, IG മാർ 10-30 തലസ്ഥാനം ആകുമ്പോൾ ഈ ഉദ്യോഗസ്ഥരെല്ലാം ഇവിടെ തന്നെ കാണും. പക്ഷേ ഈ ഒരു നമ്മുടെ ഈ പോലീസിലെ ഈ വിഷയത്തിലോട്ട് വന്നു കഴിഞ്ഞാൽ, ഇപ്പോൾ മേൽത്തട്ടിലെ അഴിമതിയെ നമുക്ക് വേറൊരു രീതിയിൽ അഡ്രസ്സ് ചെയ്യാം, താഴെത്തട്ടിലുള്ള അഴിമതിയെ അങ്ങനെ തന്നെ കാണാം. ഈ ഒരു വീട് വെക്കുന്നത്, പോലീസ് ഉദ്യോഗസ്ഥരെല്ലാം വീട് വെക്കുന്നതാണ് ഇപ്പോഴത്തെ ഒരു സജീവ വിഷയമായിട്ട് നിൽക്കുന്നത്. ഈ പോലീസ് ഉദ്യോഗസ്ഥരെല്ലാവരും അഴിമതിക്കാരാണ്, അല്ലെങ്കിൽ എല്ലാവരും അഴിമതി പണം കൊണ്ടാണ് വീട് വെക്കുന്നത് എന്നുള്ളൊരു നെറേറ്റീവ് ഈ ഒരു സംഭവത്തിന് ശേഷം കാണുന്നുണ്ട്. താങ്കളുടെ പക്ഷം ഇത് പണ്ട് മുതലേ കാണുന്നുള്ളതാണ്. ഞാനതാ പറഞ്ഞേ, ഒരു ക്രിമിനൽ തന്നെ SHOയെ കൺട്രോൾ ചെയ്യുന്ന ഈ വിധത്തിലാണ്, സാറിൻ്റെ സ്വത്തിൻ്റെ കാര്യം പറഞ്ഞിട്ടാ. അപ്പം ഇത് പോലീസ് ഡിപ്പാർട്ട്മെൻറ്റിൽ വളരെയധികം നടക്കുന്നുണ്ട്. ഈ PWD അവരുടെ ഒരു കാര്യം കൂടെ ഒന്ന് പറയാം. അതായത് തിരുവനന്തപുരത്തെ PWD അറിയാലോ, ചീഫ് എഞ്ചിനീയേഴ്സിൻ്റെ ഓഫീസ് ഇരിക്കുന്ന ആ കെട്ടിടത്തിന് സമീപത്തുള്ള ഒരു അസോസിയേഷൻ, താങ്കൾ ഈ റെസിഡൻസ് അസോസിയേഷൻ്റെ ആളായതുകൊണ്ട് ചിലപ്പോൾ ഒരുപക്ഷെ പ്രത്യേകിച്ച് നോട്ടിഫൈ ചെയ്യാൻ പറ്റും. അവിടെ ഒരുവിധപ്പെട്ട PWDക്കാരെല്ലാം വീട് വാങ്ങിക്കുന്നുണ്ട്, അല്ലെങ്കിൽ വസ്തു വാങ്ങുന്നുണ്ട്, അവിടെ തന്നെ വീട് വയ്ക്കുന്നുണ്ട്. ഇത് ഒരു നെക്സസ് ആണ്. അതായത് PWDയിൽ നിന്ന് കിട്ടുന്ന കിമ്പളം അത് ഈ പറയുന്ന പ്രത്യേക അസോസിയേഷനിലുള്ള വസ്തു വാങ്ങാൻ വേണ്ടി മാത്രം ഉപയോഗിക്കുന്നു എന്നൊക്കെ പറയുന്നു. എന്തോ തോന്നുന്നു, താങ്കൾ കേട്ടിരുന്നോ ഇങ്ങനെ ഒരു കാര്യം? അങ്ങനെ ചെയ്യുന്നവരുണ്ട്. ചതുപ്പ് നിലം വാങ്ങിച്ചിട്ട് നികത്തി, അതായത് വില കുറച്ച് കാണിക്കാപ്പോൾ, മനസ്സിലായില്ലേ? ചതുപ്പ് നിലമാകുമ്പോൾ എന്നിട്ട് അനധികൃതമായിട്ട് ഇതിനെ നികത്തുന്നു, കരഭൂമി ആക്കുന്നു, പെർമിറ്റ് വാങ്ങിക്കുന്നു, എന്നിട്ട് അത് മുഴുവൻ അവരുടെ കോളനി ആക്കുക. കോളനി ആക്കുമ്പോൾ ആരും കുറ്റം പറയില്ല. ഇപ്പോൾ കേരളത്തിൽ എല്ലായിടത്തും കോളനിയാണ്. ടീച്ചേഴ്സ് ലൈൻ, ടീച്ചേഴ്സ്, പിന്നെ ജേർണലിസ്റ്റ് കോളനി, കോളനി, ജേർണലിസ്റ്റ് കോളനി, പിന്നെ IAS കോളനി, IPS കോളനി തുടങ്ങി ലോയേഴ്സ് കോളനി, എല്ലാം കോളനികളാണ് ഇപ്പോൾ. അതിൻ്റെ പിന്നിലുള്ളൊരു രഹസ്യം ഇത് തന്നെയാണ്. മനസ്സിലായില്ലേ? ഇങ്ങനെ അല്ല, സ്വാഭാവികമായിട്ടും വീട് വയ്ക്കുക എന്ന് പറയുന്നത് ഒരാളുടെ ലൈഫിലെ ഏറ്റവും വലിയ സ്വപ്നമാണ്. അത് പൂർത്തീകരിക്കാൻ പറ്റാത്ത ഒത്തിരി പേരുണ്ട്. അപ്പോൾ വീട് വയ്ക്കുന്നതിന് ഈ പറഞ്ഞ പോലെ അസൂയോടുകൂടി കാണുന്ന ചിലരുമുണ്ട്. അതിനുവേണ്ടി ഈ അഴിമതി പണം ഉപയോഗിക്കുന്നതാണ് ഇപ്പോഴത്തെ പ്രശ്നം. അഴിമതി പണം ഉപയോഗിക്കുന്ന ഒത്തിരി പേരുണ്ട്. നല്ലൊരു ഇൻവെസ്റ്റ്മെൻ്റ് ആയിട്ട് ഇതിനെ കാണുന്നുണ്ട്. ഈ MR അജിത് കുമാറിൻ്റെ വീട്ടിലേക്ക് തന്നെ വന്നു കഴിഞ്ഞാൽ വീണ്ടും അദ്ദേഹം അതിൻ്റെ എങ്ങനെ അദ്ദേഹം നിർമ്മിക്കുന്നു എന്നുള്ളത് അവിടെ നിൽക്കട്ടെ. പക്ഷേ ഇതിന് ചട്ടവിരുദ്ധമായിട്ടാണ് നിർമ്മാണ പ്രവർത്തനങ്ങൾ നടക്കുന്നത്, അവിടെ 2 നിലയിൽ കൂടുതൽ, അത്തരത്തിലുള്ള കാര്യങ്ങൾ കുറച്ച് ആക്ഷേപങ്ങൾ കേൾക്കുന്നു. ശരിയാണോ? താങ്കൾക്ക് ആ ഒരു ഇതിലെന്താ താങ്കളുടെ ഒപ്പീനിയൻ എന്താണ്? അവിടെ കവടിയാറിൽ 2 നിലയിൽ കൂടുതൽ കെട്ടാൻ പാടില്ല, ഹെറിറ്റേജ് ഏരിയയാണ്, അവിടെ എന്താ പറയുക, മൈനിങ് നടത്താൻ പാടില്ല, വലിയ പില്ലറുകൾ ഉണ്ടാക്കുന്നു, ഇത്തരത്തിലുള്ള സംഗതികളൊക്കെ ഒരു ക്രമവിരുദ്ധമാണ്, അതിന് പിന്നിൽ ഇടപെടലുണ്ടെന്നൊക്കെ കേൾക്കുന്നു. ഇപ്പോൾ ഫോർട്ട് ഏരിയ നമ്മൾ ഹെറിറ്റേജ് ഏരിയ ആയിട്ടാണ് വെച്ചിരിക്കുന്നത്. പക്ഷേ പലപ്പോഴും പലവിധ എക്സെപ്ഷൻസ് കൊടുക്കാറുണ്ട്. നമ്മുടെ ചതുപ്പ് നിലങ്ങൾ ഒരു കാരണവശാലും കരഭൂമി ആക്കരുതെന്നാണ്. കേരളത്തിൽ തിരുവനന്തപുരത്ത് നിൽക്കുന്ന
വലിയ മാളുകൾ, ഹോസ്പിറ്റലുകൾ എല്ലാം കായലിലാണ് നിൽക്കുന്നത്. മനസ്സിലായില്ലേ? കായൽ നികത്തിയതും ചതുപ്പ് നിലങ്ങൾ നികത്തിയതും ഒക്കെയാണ് നിൽക്കുന്നത്. ഇപ്പം നിയമലംഘനം എവിടെ ഇല്ല എന്നതാണ് നമ്മൾ ആലോചിക്കേണ്ടത്. ഈ വമ്പന്മാർക്ക് വേണ്ടി നിയമങ്ങൾ മാറിക്കൊടുക്കും അല്ലെങ്കിൽ മാറ്റി കൊടുക്കും. ഫ്ലാറ്റ് പണിയാൻ വേണ്ടിയിട്ട് പൈപ്പ് ലൈൻ മാറ്റിയിട്ട് കൊടുത്ത നാടാണ്. പൈപ്പ് ലൈൻ പോട്ടെ, സ്വാഭാവിക ചാനൽ പിന്നെ ജല സ്രോതസ് മാറ്റിക്കൊടുത്തു, ജലപാത മാറ്റിക്കൊടുത്തു. അതുകൊണ്ടാണ് പലയിടത്തും വെള്ളക്കെട്ടുണ്ടാകുന്നത്. ആൾക്കാർക്ക് അത് അറിയില്ല. വെള്ളക്കെട്ടുണ്ടായി എന്ന് പറയും. അവിടെ വലിയൊരു 10 നിലയും 15 നിലയും ഉള്ള ഫ്ലാറ്റ് വന്നിരിക്കുക. അപ്പം തീർച്ചയായിട്ടും ഈ വെള്ളം അവിടെ കെട്ടും. അത് 4 സൈഡിലേക്കും പോയി വെള്ളപ്പൊക്കമാവും. ഈ ADGPയുടെ വീട് വീണ്ടും വിവാദത്തിലായതിനു ശേഷം സൈബർ സ്പേസിലൊക്കെ ചില ആൾക്കാർ ട്രോളിൻ്റെ രൂപത്തിൽ അല്ലെങ്കിൽ ഒരു കമൻ്റായിട്ടൊക്കെ തന്നെ പറയുന്നുണ്ട്, ഈ പോലീസ് ഉദ്യോഗസ്ഥരുടെ എല്ലാം ഭവനങ്ങൾ അക്കൗണ്ടബിൾ ആക്കണം. നടക്കാത്ത കാര്യമാണ്. പക്ഷേ എന്ത് തോന്നുന്നു, താങ്കൾക്ക് എന്ത് തോന്നുന്നു? അഴിമതി നിരോധന എന്താ പറയുക, അതിൻ്റെ ഒരു ആക്ടിവിറ്റിയുടെ ഭാഗമായിട്ട് ഈ പോലീസ് ഉദ്യോഗസ്ഥരുടെ സ്വത്തുക്കൾ അല്ലെങ്കിൽ ഇവർ വീടുകൾ പണിയുന്നു, ഇതിനെയൊക്കെ അക്കൗണ്ടബിൾ ആക്കണമെന്നൊക്കെ പറയും. നമ്മുടെ രാജ്യത്തെ നിയമങ്ങൾക്കെല്ലാം പറ്റുന്നൊരു കുഴപ്പമാണ്. ഒരു കുഴപ്പം വന്നു കഴിഞ്ഞാൽ ഉടനെ വലിയൊരു കടുകട്ടി നിയമം നമ്മൾ ഉണ്ടാക്കിയിരിക്കും. ഈ നിയമം കാരണം പിന്നെ ഒരു വിധത്തിലും മറ്റാർക്കും ഒന്നും ചെയ്യാൻ പറ്റാതാവും. അങ്ങനെ വരുമ്പം ഇതിന് എക്സംഷൻസും റിലാക്സേഷൻസും കൊടുക്കും. കോടതി കൊണ്ടുചെല്ലുമ്പം അവിടെ വക്കീലന്മാർ ലൂപ്പ് ഹോൾസ് കണ്ടെത്തി പലതും ചെയ്യും. ഇത് അവസാനിപ്പിച്ചിട്ട് ആരഴിമതി കാണിക്കുന്നോ ആ ആളിനെ പിടിക്കുക. ഒരാൾ 5 വീടുണ്ടാക്കി എന്ന് പറഞ്ഞ് ആ ആള് കുഴപ്പക്കാരനാണെന്ന് പറയാൻ പറ്റില്ല. കാരണം അയാൾ ചിലപ്പോൾ ഭാര്യയുടെ സ്വത്ത് വിറ്റിട്ടായിരിക്കും, അല്ലെങ്കിൽ സ്വന്തം പരമ്പരാഗതമായിട്ട് കിട്ടിയ സ്വത്ത് വിറ്റിട്ടായിരിക്കാം 2 വീടുണ്ടാക്കുന്നത് അല്ലെങ്കിൽ 3 വീടുണ്ടാക്കുന്നത്. പക്ഷേ അതേസമയം യാതൊരു ഗതിയുമില്ലാതെ കിടന്നയാൾ കോടികൾ ഉണ്ടാക്കുകയും പിന്നെ ശതകോടികൾ ഉണ്ടാക്കുകയും വീട് പിന്നെ പല സ്ഥലങ്ങളിൽ വയ്ക്കുകയും ഫ്ലാറ്റുകൾ ഉണ്ടാക്കുകയും വില്ലകൾ ഉണ്ടാക്കുകയും ഷോപ്പിംഗ് മാളുകൾ ഉണ്ടാക്കുകയൊക്കെ ചെയ്യുമ്പോൾ അവിടെ നമ്മൾ അന്വേഷിക്കും. സർക്കാർ ഉദ്യോഗസ്ഥരെ മൊത്തത്തിൽ ഒരു എൻറ്റിറ്റി ആയിട്ട് എടുത്തു കഴിഞ്ഞാൽ ഈ സർക്കാർ ഉദ്യോഗസ്ഥരെല്ലാവരും വീട് വയ്ക്കുന്നത് അഴിമതിപ്പണമാണെന്നൊക്കെയാണ് പറയുന്നത്. യോജിക്കുമോ? ഇതിലെല്ലാത്തിലും എക്സംഷൻസ് ഉണ്ട്. അസൂയുണ്ട്. ഈ സർക്കാർ ഉദ്യോഗസ്ഥരിൽ എല്ലാവരും അഴിമതിക്കാരെന്ന് പറയുന്നത് എന്തുകൊണ്ടെന്നറിയാമോ? ജനം സമീപിക്കുന്ന സ്ഥലത്തെ ആൾക്കാരെല്ലാം അഴിമതിക്കാരാണ് പലരും. അതിനകത്തൊരു 5% 10% കാണുള്ളൂ. ജനങ്ങളോടുള്ള പെരുമാറ്റം മോശമായത്. അല്ല, ഞാനത് പറഞ്ഞത് നിങ്ങൾക്ക് മനസ്സിലായോ? അതായത് ഇപ്പോൾ വില്ലേജ് ഓഫീസർ, നല്ല സത്യസന്ധരായ വില്ലേജ് ഓഫീസർ കാണും, അതൊരു 10, 15, 20% ആയിരിക്കും. പക്ഷേ മറ്റ് വിഭാഗം കൂടുതലായിരിക്കും. ഇനി അഴിമതി നടത്താത്തവനും കൊണ്ട് കാശ് കൊടുത്ത് അവനെ അഴിമതിക്കാരനാക്കും. അങ്ങനെ സിസ്റ്റം ആക്കിയെടുക്കും. അപ്പോൾ ജനങ്ങൾ സമീപിക്കുന്ന ഏതൊക്കെ, ഇപ്പോൾ RTO ആണെങ്കിൽ അല്ലെങ്കിൽ ജനങ്ങൾ എവിടെയൊക്കെ ഏത് ഉദ്യോഗസ്ഥനെ സമീപിക്കുമോ, റേഷനിങ് ഓഫീസർ ആയിരിക്കാം, ഇങ്ങനെ ഏതാണോ ജനങ്ങൾ സമീപിക്കുന്നത് ആ ജനങ്ങൾ സമീപിക്കുന്നിടത്ത് ഒന്നുകിൽ അഴിമതി കാണും, അതല്ലെങ്കിൽ അഴിമതിക്കാരനായിട്ട് അയാളെ മാറ്റിയെടുക്കും. നല്ല ഡീസൻ്റായിട്ട് വരുന്ന ഞാൻ ഒത്തിരി പേരെ കണ്ടിട്ടുണ്ട്. സർവീസിൽ വളരെ നല്ല ഡീസൻ്റായിട്ട് വന്നിട്ട് ഇത്തരം പോസ്റ്റുകളിൽ ഇരുന്ന് കുറച്ച് നാൾ കഴിയുമ്പോൾ അയാൾ അഴിമതിക്കാരനാവും. ആദ്യം ഗിഫ്റ്റുകളാണ് കൊടുക്കുക. ഞാൻ കാശ് വാങ്ങിക്കില്ല എന്ന് പറയുന്നവർക്ക് എന്താ ചെയ്യുന്നത്? ഗിഫ്റ്റ് കൊടുക്കും. എനിക്കറിയാം. ആദ്യം ഡയറി അല്ലെങ്കിൽ കലണ്ടർ ഇങ്ങനെയൊക്കെ തുടങ്ങി, പിന്നെ ഗോൾഡ് കോയിൻ കൊടുക്കും, ചെറിയ 1/4 പവൻ്റെ ഗോൾഡ് കോയിൻ കൊണ്ട് കൊടുക്കും. ഇപ്പം ഇങ്ങനെ അപ്പോൾ പണം വാങ്ങിക്കില്ല എന്ന് പറഞ്ഞ ഉദ്യോഗസ്ഥന്മാർ ഗിഫ്റ്റായിട്ട് പലതും ഫ്രിഡ്ജ് കൊണ്ട് കൊടുക്കുക, ഇങ്ങനെയൊക്കെ ഓരോന്ന് ചെയ്തു തുടങ്ങും. അഴിമതി ഒരു വിധത്തിലും കാണിക്കാത്ത ചിലരെയാണ്. മനസ്സിലായില്ലേ? അത് കഴിഞ്ഞ് കുറച്ച് നാൾ കഴിയുമ്പോൾ ഇയാളുടെ ഭാര്യയും പറയും, കൊള്ളാം, അങ്ങനത്തെ സാധനങ്ങളൊക്കെ വാങ്ങിച്ചുകൊണ്ട് പോരെന്ന് പറയും. ഈ ഗിഫ്റ്റിൻ്റെ കാര്യം പറഞ്ഞപ്പോഴാണ് ഞാനൊരു IPS ഓഫീസറുടെ റൂമിലേക്ക് ഒരു ദിവസം കയറി ചെന്നപ്പോൾ പുള്ളിയായിട്ട് ഇങ്ങനെ കൊച്ചുവർത്താനം പറയുകയാണ്. അപ്പോൾ ഇതിന് തൊട്ട് മുന്നേ ഈ നാട്ടിൽ അറിയപ്പെടുന്ന വലിയൊരു പ്രമാണി, അതായത് സർവാദരണീയനായ എല്ലാ കക്ഷി രാഷ്ട്രീയ ഭേദമന്യേ എല്ലാവരും വരി നിൽക്കുന്ന ആ ഒരു വലിയൊരു പ്രവാസി വ്യവസായിയുടെ മകളുടെ വിവാഹം ക്ഷണിക്കാനായിട്ട് അവരുടെ അഡ്വർടൈസ്മെൻറ്റ് ഏജൻസിക്കാരെ PR ഏജൻസി എന്താണ് ഇവർ ഈവൻറ്റ് മാനേജ്മെൻറ്റ് കമ്പനിക്കാരെയാണ് ഏൽപ്പിച്ചേക്കുന്നത്. അവർ ഈ IPS ഓഫീസറുടെ DIG റാങ്കിലുള്ള ഉദ്യോഗസ്ഥൻ്റെ ഓഫീസിലേക്ക് കടന്നു വന്നിട്ട് കാഞ്ചീപുരം പട്ടിൻ്റെ പുറത്ത് കല്യാണ പത്രിക, ദെൻ കുറച്ച് സ്വീറ്റ്സ്, ഇതെല്ലാം കൂടെ വെച്ചിട്ടാണ് ഇദ്ദേഹം കൊണ്ടുവന്ന് അദ്ദേഹത്തിനെ ഇൻവൈറ്റ് ചെയ്യുന്നത്. അതൊരു IPS ഓഫീസർക്കുള്ള ഒരു ക്ഷണമാണ്, എൻ്റെ വഴിയെ വരൂ എന്നുള്ളത് അല്ലേ. ഇത് ആരും പലപ്പോഴും കണക്കാക്കാറില്ല. പക്ഷേ ഇദ്ദേഹം പറഞ്ഞു സാരി എടുക്കാൻ പറഞ്ഞു. എനിക്ക് സാരിയുടെ ആവശ്യമില്ല, നിങ്ങൾ എന്നെ കല്യാണം ക്ഷണിച്ചാണെങ്കിൽ കല്യാണ പത്രിക വെക്കും, ബാക്കിയുള്ളതൊക്കെ എടുത്തിട്ട് പോകുമെന്ന് പറഞ്ഞു. സ്വീറ്റ്സ് എന്തോ അയാൾ വാങ്ങിയിട്ട് ഓഫീസിലുള്ള ആൾക്കാർക്ക് കൊടുക്കും. ഇതാണ് സംഭവിച്ചിട്ടുള്ളത്. ഒരു കല്യാണത്തിൻ്റെ ഒരു സന്തോഷം പങ്കിടാൻ. അതായത് ഒരു IPS ഓഫീസറെ മര്യാദയ്ക്കാണ് പണിയെടുക്കുന്നതെങ്കിലും നിങ്ങൾ വരൂ, എൻ്റെ വഴിയെ വരൂ. അദ്ദേഹം ഒരു വിവാദ വ്യവസായിയും കൂടെയാണ്. അപ്പോൾ ഇത് ശരിക്കും പറഞ്ഞാൽ മര്യാദയ്ക്ക് പണിയെടുക്കുന്ന IPSകാരെ കൂടെ പ്രലോഭിപ്പിക്കാനാണ് ഇവർ വരുന്നതെന്ന് പറഞ്ഞു കഴിഞ്ഞാൽ തെറ്റുണ്ടാവും? അത് തീർച്ചയായിട്ടും. അത് ഒരു പോസ്റ്റിലല്ല, പല പോസ്റ്റിലും ഇങ്ങനെ ആളെ കറപ്റ്റ് ആക്കുന്നവരുണ്ട്. ഇത് മറ്റേ നമ്മൾ മദ്യത്തിൻ്റെ കാര്യം പറഞ്ഞ പോലെ, മദിരാക്ഷിയുടെ കാര്യം പറഞ്ഞ പോലെ ഇതും
നമ്മൾ ശീലമാക്കി എടുത്തത് കഴിഞ്ഞു. ശീലമാക്കി എടുത്തു കഴിഞ്ഞാൽ പിന്നെ പറ്റാതെ വരും. ഇപ്പോൾ മാസം ശമ്പളം 50,000 ഉണ്ട്, അത് ബാങ്കിൽ ഇട്ടേച്ച് ഡെയിലി എനിക്ക് 2,000-3,000 കിട്ടിക്കൊണ്ട് വരുമ്പോൾ എന്തുവരുന്നറിയാമോ? ഈ 2,000-3,000 ഇങ്ങനെ കിട്ടണം, ഈ കിട്ടുന്ന 50,000 അല്ലെങ്കിൽ 60,000 രൂപ ഞാൻ ബാങ്കിലിടും എന്ന് ശീലിക്കുന്ന കുറച്ച് പേരുണ്ട്. ഇതൊക്കെ ശീലങ്ങളായി കഴിഞ്ഞാൽ പിന്നെ മാറ്റാൻ പറ്റില്ല. കാരണം ഇത് ഇങ്ങനെ പണം അങ്ങനെയാണല്ലോ, നമ്മൾ ഉപയോഗിച്ച് ശീലിച്ച് പോയാൽ. നമുക്ക് 1,000 രൂപ വരുമാനത്തിൽ ജീവിക്കുന്ന പലരെയും നമ്മൾ 10,000 രൂപയിലേക്ക് മാറ്റുമ്പോൾ അയാൾ പിന്നെ ഒരിക്കലും അയാൾക്ക് 1000-ലേക്ക് തിരിച്ചു പോകാൻ പറ്റില്ല. മനസ്സിലായി. ഒരു ടെംപ്റ്റേഷൻ വന്നു. ടെക്നോ പാർക്കിലേക്ക് പല സ്റ്റാഫിനും പറ്റുന്നതാണ്. കയറുമ്പോഴേ 50,000 രൂപ 60,000 രൂപ ശമ്പളം കിട്ടിക്കഴിഞ്ഞാൽ പിന്നെ അവർക്ക് താഴോട്ട് വരാൻ പറ്റില്ല. പച്ച മലയാളത്തിൽ പറഞ്ഞാൽ ചക്കര കൊടുത്ത് കിട്ടുന്ന കൈ വെറും കൊടുത്ത് പോകുമ്പോൾ ചൊറിയും. ചൊറിയ മാത്രമല്ല, അയാൾ തല കറങ്ങി താഴെ വീഴും പിന്നീട് ഇത് കിട്ടിയില്ലെങ്കിൽ. സർ, ഇപ്പോൾ പറഞ്ഞത് നമ്മൾ നേരത്തെ പറഞ്ഞ ഒരു പ്രവാസി വ്യവസായി, ഒരു IPS ഓഫീസറെ അഴിമതിക്കാരനല്ലാത്ത ഒരാൾ അഴിമതിക്കാരനാവുന്നെങ്കിൽ ആകട്ടെ, അല്ലെങ്കിൽ ആ വഴിക്ക് വരട്ടെ എന്നുള്ള രീതി സമീപിച്ച കാര്യമാണ് പറഞ്ഞത്. ഈ സർക്കാർ സംവിധാനങ്ങളും ശരിക്കും ഉദ്യോഗസ്ഥരെ, എസ്പെഷ്യലി പോലീസ് ഉദ്യോഗസ്ഥരെ കറപ്റ്റഡ് ആക്കുന്നതിൽ ഒരു പങ്കുണ്ട് എന്ന് പറഞ്ഞു കഴിഞ്ഞാൽ തെറ്റ് പറയാൻ സാധിക്കുമോ? ഒരു ഉദാഹരണത്തിന്, പണ്ടൊക്കെ ഈ പോലീസ് സ്റ്റേഷനുകളിൽ, ഇപ്പോഴല്ല 90കളിലൊക്കെ പോലീസ് സ്റ്റേഷനിൽ ജീപ്പുകൾക്കൊക്കെ അറ്റകുറ്റപ്പണിയൊക്കെ വന്നു കഴിഞ്ഞാൽ അത് നന്നാക്കാൻ സർക്കാരിൻ്റെ ഫണ്ടൊന്നും ഉണ്ടാവില്ല. അപ്പോൾ അവർ ചെയ്യുന്ന സ്വാഭാവികമായിട്ട് തൊട്ടടുത്തുള്ള ബാറുകാരോട് പറയും, മറ്റേ ജീപ്പിൻ്റെ ആ ഒരു പ്രശ്നമുണ്ട്, അല്ലെങ്കിൽ വർക്ക്ഷോപ്പിൽ കയറി പണി ചെയ്തതിൻ്റെ അത് 2,000 രൂപയുടെ ബില്ലുണ്ട്, നിങ്ങൾ സെറ്റിൽ ചെയ്തേക്കെന്ന് പറയുമ്പോൾ ബാറുകാരൻ അത് ചെയ്തു കൊടുക്കും. ഇത് പണ്ട് 90കളിൽ അല്ലെങ്കിൽ അതിന് മുൻപ് തന്നെ തുടങ്ങി വെച്ചൊരു കീഴ്വഴക്കം ഇപ്പോഴും ചിലയിടങ്ങളിലെങ്കിലും ഒളിഞ്ഞും തെളിഞ്ഞും പോലീസ് ജീപ്പിൻ്റെ മെയിൻ്റനൻസ് നടത്തി കൊടുക്കുന്ന മലപ്പുറത്ത് പോലീസ് സ്റ്റേഷൻ പണിത് കൊടുത്ത കഥ ഇപ്പോൾ വലിയ പ്രശ്നമായിരിക്കും. കള്ളച്ചോടക്കാരാണ്. പോലീസ് സ്റ്റേഷൻ പണിത് കൊടുത്തു എന്നുള്ളത് വലിയ വിവാദമായിരിക്കുകയാണ്. പോലീസ് സ്റ്റേഷനിൽ പണ്ട് 90കളിലൊക്കെ പോലീസ് സ്റ്റേഷനിൽ പേപ്പർ പോലും ഇല്ല. റൈറ്റർമാർ ചെയ്യുന്നതെന്ന് അറിയാമോ? ആദ്യം വരുന്ന വാദിയായാലും പ്രതിയായാലും അവരടുത്ത് പറയും, ആ കടയിൽ ചെന്നിട്ട് ഒരു പേപ്പർ വാങ്ങിച്ചിട്ട് വരാൻ പറയും. പകുതി പേപ്പർ ഇയാൾ അവിടെ വയ്ക്കും, പകുതി വീട്ടിൽ കൊണ്ടുപോകും. എൻ്റെ വളരെ അടുത്തൊരു ബന്ധുവിന് ഈ കോവിഡ് കാലത്ത് തൊട്ടടുത്ത പോലീസ് സ്റ്റേഷനിൽ ഒരു പരാതി കൊടുക്കാൻ ചെന്നപ്പോൾ അടുത്ത് ഒരു A4 സൈസ് ഒരു ബണ്ടിൽ വാങ്ങിയിട്ട് വരാൻ പറഞ്ഞു. കോവിഡ് കാലത്ത് അങ്ങനെയുണ്ട്. ഇപ്പോഴും പോലീസുകാർ അത് ചെയ്യുന്നുണ്ട്. അതെ, അങ്ങനെ ചെയ്യുന്ന ചിലരെങ്കിലും ഉണ്ട്. ഈ സിസ്റ്റമാറ്റിക് ആയിട്ടുള്ള അഴിമതി പോലീസിനകത്തുനിന്ന് മാറ്റാനായിട്ട് എന്ത് ചെയ്യാൻ പറ്റും? ഇപ്പോൾ ഈ MR അജിത് കുമാറിൻ്റെ വിവാദം അല്ലെങ്കിൽ ഇപ്പോഴത്തെ ഈ പ്രശ്നങ്ങൾ ഇതിനൊരു വൺ സ്റ്റോപ്പ് സൊല്യൂഷനാണ്, അല്ലെങ്കിൽ ഇനി മുതൽ അങ്ങോട്ട് സേന നന്നാവും എന്ന് പറഞ്ഞു കഴിഞ്ഞാൽ പറയുന്ന ഒരു രണ്ട് കാര്യങ്ങളാണ്. ഞാൻ ഈ സ്വാമി വിവേകാനന്ദൻ്റെ കാര്യം എപ്പോഴും പറയും. ഏത് ജനാധിപത്യമായിട്ട് ചെയ്യുന്ന ഏത് കാര്യത്തിലും 50% മുകളിൽ നിന്ന് 50% താഴെ നിന്നും വരണം എന്ന് പറഞ്ഞ പോലെയാണ്. നമ്മുടെ ജനവും ഇത് കുറച്ച് ഇതാണ്. എനിക്ക് കാര്യം കാണാൻ അഴിമതി കൊടുക്കും, എനിക്ക് കാര്യം കാണാൻ എൻ്റെ മോൾക്ക് ജോലി കിട്ടാനായിട്ട് ഞാൻ കൈക്കൂലി കൊടുക്കും, എൻ്റെ മകന് പോസ്റ്റിംഗ് കിട്ടാൻ ട്രാൻസ്ഫർ കിട്ടാൻ ഞാൻ കൈക്കൂലി കൊടുക്കും. വേറൊരാൾ ചെയ്യുമ്പം നമ്മൾ വിഷയമാക്കും. അതാണ് നമ്മൾ തെർമോമീറ്റർ പറഞ്ഞില്ലേ, തെർമോമീറ്റർ അവിടെയാണ് വയ്ക്കുന്നത്. എന്നിൽ തെർമോമീറ്റർ ഇല്ല. മറ്റുള്ള കാര്യത്തിൽ ധർമ്മവും നീതിയും സത്യവും എല്ലാം പാലിക്കണം, എൻ്റെ കാര്യത്തിൽ ഇതില്ല എന്ന് വരുന്നതാണ് നമ്മുടെ ഏറ്റവും വലിയ കുഴപ്പം. അപ്പോൾ അതിന് മാറ്റം വരാത്തിടത്തോളം കാലം പോലീസിൽ അഴിമതി വരും, വില്ലേജ് ഓഫീസിൽ അഴിമതി വരും. അഴിമതികൾക്ക് കടിഞ്ഞാണിടണമെങ്കിൽ ഇപ്പം പിന്നെ ഗൾഫ് കൺട്രീസിലായാലും ബ്രിട്ടനിലായാലും അല്ലെങ്കിൽ യൂറോപ്യൻ കൺട്രീസിലായാലും ഒക്കെ അഴിമതിയുടെ കുറവെന്തെന്ന് വെച്ചാൽ ജനങ്ങൾ ഇത് ഭയങ്കര വയലൻ്റാണ്. അഴിമതി കണ്ട അവർ സൊസൈറ്റി അപ്പോഴേ പിന്നെ രൂക്ഷമായ രംഗത്തിറങ്ങും. ഇന്നലത്തെ ഈ വിഷയത്തിലോട്ട് വന്നു കഴിഞ്ഞാൽ തന്നെ ഇന്നലെ രാവിലെ മുഖ്യമന്ത്രി നാട്ടകത്ത് വെച്ചിട്ട് പറയുകയാണ്, അഴിമതിക്കാർക്കെതിരെ സന്ധിയില്ലാത്ത നടപടികൾ ഉണ്ടാവും, അല്ലെങ്കിൽ ആ ഒരു രീതിയിൽ സ്റ്റേൺ ആയിട്ട് ആക്ഷൻ ഉണ്ടാവുമെന്ന് അദ്ദേഹം അവിടെ നിന്ന് പറയുന്നു. പക്ഷേ ഒരു രാത്രി ഏതാനും മണിക്കൂറുകൾ കൊണ്ട് അദ്ദേഹത്തിൻ്റെ വാഹനം ട്രിവാൻഡ്രത്ത് എത്തിയപ്പോഴേക്കും നേരെ മാറി. അഴിമതി ഉദ്യോഗസ്ഥരെ മാറ്റുന്നില്ല. ഈവൻ ഒരു സസ്പെൻഷൻ പോലും, ഗുരുതരമായ ചട്ടലംഘനമാണ് ഒരു MLA സ്വാധീനിക്കാൻ ശ്രമിച്ചത് എന്ന് DIG റിപ്പോർട്ട് കൊടുത്തിട്ട് പോലും ആ ഉദ്യോഗസ്ഥനെതിരെ ഒരു സസ്പെൻഷൻ പോലും ഇല്ല. ഇതൊക്കെ എന്ത് സന്ദേശമാണ് സേനയ്ക്ക് നൽകുന്നത്? നിങ്ങൾ എന്ത് അഴിമതി കാണിച്ചാലും സർക്കാർ സംരക്ഷിച്ചു കൊള്ളും എന്നുള്ളൊരു സന്ദേശമാണോ പോലീസുകാർക്ക് മുഖ്യമന്ത്രി കൊടുക്കുന്നത്? തീർച്ചയായിട്ടും അതാണ് ഞാൻ പറഞ്ഞത്. നിയമലംഘനം പല വിധത്തിലുണ്ട്. ഈ വിതിൻ്റെ സർവീസിൽ നടക്കുന്ന പ്രധാന പ്രശ്നം, മുഖ്യമന്ത്രി സംസാരിച്ചുകൊണ്ടിരുന്ന വേദി തന്നെ ഒരു പ്രശ്നമാണ്. പോലീസ് അസോസിയേഷൻ എന്ന് പറയുന്നത് പോലീസുകാർക്ക് ഒരുപാട് പ്രശ്നങ്ങളുണ്ട്. പോലീസുകാർ അടിമകളാണ് ശരിക്കും പറഞ്ഞാൽ, അതൊക്കെ സത്യമാണ്. സർക്കാരിൻ്റെ അടിമകളാണ്, മേലുദ്യോഗസ്ഥൻ്റെ അടിമയാണ്, ഇതൊക്കെ വാസ്തവമാണ്. പക്ഷേ അതിന് വേറെ മെത്തേഡുകളാണ് വേണ്ടത്. ഇപ്പോൾ യൂണിയൻ വരുമ്പോൾ എന്ത് പറ്റുന്നറിയാമോ? ഗസ്റ്റ് ഹൗസിൽ എനിക്കറിയാം, ഒരു പിന്നെ മന്ത്രിയുടെ ഗൺമാൻ ഓട്ടിപ്പടച്ച് വരികയാണ്. എന്നിട്ട് എന്നോട് പറഞ്ഞു, സാറേ ഒരു നല്ല മുറി എനിക്ക് തരണേ സാറേ, റിസർവേഷൻ ഇല്ലാതെ പാടാണ്, ഇവിടെ തിരുവനന്തപുരം ഗസ്റ്റ് ഹൗസാണ്, വലിയ ബുദ്ധിമുട്ടാണ് സാറേ, എങ്ങനെയെങ്കിലും തന്നെ ഞാൻ കാല് പിടിക്കാം. ഞാൻ എന്താ കാര്യം, താൻ മന്ത്രി വന്നാൽ ഇത്രയും കെഞ്ചാറില്ലല്ലോ, അല്ലെങ്കിൽ തൻ്റെ ഒരു മേലുദ്യോഗസ്ഥൻ വന്നാൽ ഇതുപോലെ കെഞ്ചാറില്ല, ഇതെന്താ കാര്യം ചോദിച്ചപ്പോൾ പറഞ്ഞ്, സാറേ ഞങ്ങളുടെ ഒരു കോൺസ്റ്റബിൾ അവിടെ നിന്ന് വരും, അത് പിന്നെ സിവിൽ പോലീസ് ഓഫീസർ അവിടെ നിന്ന് വരുന്നു, ASI മറ്റാണ്, അപ്പോൾ അദ്ദേഹത്തിന് കൊടുക്കാൻ. ഞാൻ ഒരു ASIക്ക് ഇത്ര വലിയ, അത് ഞങ്ങളുടെ യൂണിയൻ്റെ നേതാവാണ് സാർ, യൂണിയൻ്റെ നേതാവിനെ വേണ്ട വിധത്തിൽ സ്വീകരിച്ചില്ലെങ്കിൽ ഇയാളുടെ തസ്തിക തെറിക്കും.
പല IPS ഓഫീസർമാരും എൻ്റെ അടുത്ത് പറഞ്ഞിട്ടുണ്ട്, പ്രൊമോഷൻ ട്രാൻസ്ഫറുകളിൽ യൂണിയൻ്റെ പങ്ക് മറ്റ് സർക്കാർ ഡിപ്പാർട്ട്മെൻറ്റുകളിലുണ്ട്, പക്ഷേ പോലീസിൽ അതില്ലായിരുന്നു. പോലീസിൽ അത് വളരെ ഭംഗിയായിട്ട് ഇപ്പോൾ നടക്കുമെന്ന് പറഞ്ഞു. വളരെ ചില IPS ഓഫീസർമാരുണ്ട്, പോയി പണി നോക്കി. ഞാൻ ഇവിടെ ഇവരുമായി ബന്ധപ്പെട്ട് ഒരുപാട് ക്ഷേമ പ്രവർത്തനങ്ങളുണ്ട്. അത് ചെയ്യുന്ന ക്ഷേമ പ്രവർത്തനങ്ങൾക്കൊപ്പം രാഷ്ട്രീയം ഇടപെടുകയും ഇവരുടെ പവർ കാണിക്കാൻ വേണ്ടി പലതും ചെയ്യുകയും നല്ല ഓഫീസറെ മാറ്റുകയും ചീത്ത ഓഫീസറെ കൊണ്ടുവരികയും ചിലപ്പോൾ ചീത്ത ഓഫീസറെ മാറ്റുകയും ഒക്കെ ചെയ്യുന്നുണ്ട്. മനസ്സിലായില്ലേ? ഇതെല്ലാം നടക്കുന്നുണ്ട്. പക്ഷേ ഇതെല്ലാം എൻ്റെ യൂണിയൻ എന്നുള്ള രീതിയിലേക്ക് സിസ്റ്റമാറ്റിക് അഴിമതിക്ക് വഴിയൊരുക്കുന്നതാണ് ഇതൊക്കെ പലപ്പോഴും. അപ്പോൾ ഇവിടെയാണ് നമുക്ക് പിന്നെ ഒരു ത്രാസിടാൻ പറ്റാത്തത്. ട്രാൻസ്ഫർ ആൻഡ് പോസ്റ്റിങ് അത് ഏത് IPS IAS ഉദ്യോഗസ്ഥനാണോ അദ്ദേഹം ചെയ്യണം, ഇല്ലെങ്കിൽ മന്ത്രി ഇടപെട്ടോട്ടെ, നമുക്ക് മനസ്സിലാക്കാം. ഇപ്പം യൂണിയൻ പോയി മന്ത്രി എടുത്ത് പറഞ്ഞിട്ട് ഒരു ട്രാൻസ്ഫർ നടത്തുന്നതിന് നമുക്ക് കുഴപ്പമില്ല. മന്ത്രിയും കൂടെ അറിഞ്ഞിട്ടാണ്. മന്ത്രിക്ക് അപ്പോൾ പറയുന്നതിന് ഒരു ലിമിറ്റുണ്ട്. അങ്ങനെ ഈ ഒരു സർവീസിലുള്ള 50,000 ജീവനക്കാരുണ്ട്. ഈ 50,000 പേർക്കും ട്രാൻസ്ഫർ ആൻഡ് പോസ്റ്റിങ്ങിന് മന്ത്രി പറയില്ല, അല്ലെങ്കിൽ മന്ത്രി ഓഫീസിൽ നിന്ന് പറയില്ല. ഇപ്പോഴത്തെ ഈ വിവാദത്തിൽ നോക്കിക്കഴിഞ്ഞാൽ നമ്മുടെ പത്തനംതിട്ട വിവാദ SP മലപ്പുറത്ത് ഉണ്ടായിരുന്ന സമയത്ത് ഈ മരമുറിയാണല്ലോ ഇതിൻ്റെ ഒരു തുടക്കം. ഇദ്ദേഹം ഈ മുറിച്ച മരമൊക്കെ സ്വന്തം വീട്ടിൽ ഫർണിച്ചറാക്കി കൊണ്ട് ഇട്ടെന്നും പിന്നീട് അത് വിവാദമായപ്പോൾ അദ്ദേഹം വീട്ടിൽ കൂട്ടിയിട്ട് കത്തിച്ചു എന്നൊക്കെ പറയുന്നത്. അതായത് സ്വന്തം സർക്കാരിന്റെ കാട്ടിലെ തടി തേവരുടെ ആന വീട്ടിലേക്ക് അടിച്ചു മാറ്റിക്കൊണ്ട് പോയ തടി അതുകൊണ്ടുണ്ടാക്കിയ ഫർണിച്ചർ അദ്ദേഹം നശിപ്പിച്ചു കളഞ്ഞു. ഇത്രയും ഗുരുതരമായ ഒരു ആരോപണം ഉണ്ടായിട്ട് അതിനെതിരെ ഒരു അന്വേഷണം വരുന്നില്ല എന്ന് പറയുന്നത് എങ്ങനെയാണ് സാർ എങ്ങനെ കാണുന്നത്? ഇത് ബാക്കിയുള്ള പോലീസ് ഉദ്യോഗസ്ഥർക്ക് നമ്മൾ എന്ത് കാണിച്ചാലും കുഴപ്പമില്ല, സർക്കാർ നോക്കിക്കോളും, അല്ലെങ്കിൽ അസോസിയേഷൻ വഴി അല്ലെങ്കിൽ യൂണിയൻ വഴി ഒരു പിടി പിടിച്ചഴിഞ്ഞ് പോരും. ഇത് പലരും പല വിധത്തിൽ ചെയ്തിട്ടുണ്ടെന്നുള്ളതാണ് ഇതിനകത്തെ പ്രശ്നം. ഫോറസ്റ്റ് ഡിപ്പാർട്ട്മെന്റിൽ ഉന്നത ഉദ്യോഗസ്ഥരുടെ വീട്ടിൽ പോയി നോക്കണം. തടിയാണ് കംപ്ലീറ്റ്. തടി എന്ന് പറഞ്ഞാൽ മുഴുവൻ തടിയാണ്. തറതടി, ചുവരുതടി, പിന്നെ തടി കട്ടിൽ, തടി പിന്നെ കസേര, മേശ, എല്ലാം തടി മയമാണ്. തടി എന്ന് പറഞ്ഞാൽ നമ്മളുണ്ടാക്കുന്ന തടി പോലല്ല, ഈ കനത്തിലുള്ള തടിയിലാണ് ഡൈനിങ്. പോലീസുകാർ ചെയ്യുന്ന അഴിമതി അല്ലെങ്കിൽ പോലീസുകാരുടെ കൊള്ളരുതായ്മകളൊക്കെ പബ്ലിക് ഡിബേറ്റ് വരുന്നുണ്ട്. ഈ ഫോറസ്റ്റുകാർ ഒരു അധോലോക സംഘമായിട്ട് മാറി നിൽക്കും. കാട്ടിനകത്ത് എന്ത് ചെയ്യുന്നു എന്ന് ആർക്കും അറിയത്തില്ല. ഇവരുടെയൊക്കെ വീട്ടിലൊന്ന് റെയ്ഡ് കടത്തി കഴിഞ്ഞാൽ ഈ പറഞ്ഞതുപോലെ കാട്ടിലെ 100 വർഷം പഴക്കമുള്ള തേക്കും അത് നിലമ്പൂർ തേക്കൊക്കെ ഇവരുടെയൊക്കെ വീടുകളിൽ കാണുമല്ലേ? ഇതിന് ഇവർക്കൊരു ഇവരുടെ ഒരു അഴിമതി തടയാൻ എന്താ താങ്കൾക്ക് എന്താ തോന്നുന്നത്? എനിക്ക് തോന്നുന്നു അഴിമതി തടയാനുള്ള മാർഗം, ഏറ്റവും നല്ല മാർഗം, ഒരു വിഷയം കിട്ടിയാൽ അയാൾ വിടരുത്. യൂറോപ്പിലൊക്കെ ചെയ്യുന്നത് അങ്ങനെയാണ്. ഒരു അഴിമതി നടത്തിയാൽ ആ ആളിന്റെ ജോലി പോക്കാണ്. പിന്നെ എങ്കിൽ ഒരെണ്ണം ചെയ്താൽ മതി. അതാണ് ഞാൻ പറഞ്ഞത്. പണ്ട് TN ശേഷം പറഞ്ഞു, തട്ടുന്നെങ്കിൽ ഒരു IPS കാരനെ തട്ടണം, അഴിമതി കാണിച്ച ഒരു IPS കാരനെ തട്ടണം, അഴിമതി കാണിച്ച ഒരു IAS കാരനെ തട്ടണം. അല്ലാതെ താഴത്തെ പിയൂണിനെ 10 രൂപ വാങ്ങിക്കുന്നതിന് തട്ടിയിട്ട് കാര്യമില്ല. പക്ഷെ ഇവിടെ സംഭവിക്കുന്നത് അതാണ്. ഇവിടെ തിരിച്ചാണ് സംഭവിക്കുന്നത്. 500 രൂപ കൈക്കൂലി വാങ്ങിച്ച ഒരു ജൂനിയർ സൂപ്രണ്ടിൻ്റെ ജോലി പോയി, കോടതിയിൽ പോയി, അത് ജോലി പോയി. അതേസമയം കോടികൾ വാങ്ങിച്ചവരുടെയൊക്കെ ഇത് തന്നെ താനൂർ കസ്റ്റഡി മരണ കേസിൽ തന്നെ ഇപ്പം അവിടെ ഇതിന് നിർദ്ദേശം കൊടുത്ത ഉദ്യോഗസ്ഥനെ തൊട്ടിട്ടില്ല, പക്ഷെ താഴെ തട്ടിലുള്ള ഉദ്യോഗസ്ഥർ അകത്ത് കിടക്കുകയാണ്, അല്ലെങ്കിൽ അകത്ത് കിടന്നു. മാതൃകാപരമായ ശിക്ഷ എവിടെ ഉണ്ടാവുമോ? നമ്മുടെ നിയമമേ പ്രശ്നമല്ല. ഇപ്പം ദുബായിലൊക്കെ എന്താ, അവിടെയൊക്കെ ഈ കെട്ട് നിയമങ്ങളൊന്നുമില്ല, ഒറ്റ നിയമമേ ഉള്ളൂ. അതൊരു ജനാധിപത്യ വിരുദ്ധമാണ്. ഇപ്പൊ കൈവട്ടൊന്നുമില്ല. ഇപ്പം പിടിച്ച് സൗദിയിലൊക്കെ ഉണ്ടല്ലോ, സൗദിയിലൊക്കെ ഇപ്പോഴും കുറച്ചുണ്ടെന്ന്, അല്ലാതെ അതും വളരെ കുറഞ്ഞു. ഇപ്പൊ അവിടെ പരിഷ്കൃതമാണ്. അപ്പൊ അവര് ചെയ്യുന്നത് ജയിലിൽ പിടിച്ചിടും, പിന്നെ ഡീപ്പോർട്ട് ചെയ്യും, അപ്പോഴേ നാട് കടത്തുകയാണ്. പൊക്കോളം പറയും, ഇവിടെ ജോലി വേണ്ട, നീ ജോലി ചെയ്യണ്ട. അവരുടെ ആളുകളിലും പിന്നെ അവര് ശിക്ഷ കടത്തതാണ്. മനസ്സിലല്ലേ? നമ്മുടെ ആളിലാണെങ്കിൽ അവർ വളരെ രൂക്ഷമായിട്ട് ശിക്ഷ കൊടുക്കും. ആ ശിക്ഷ കൊടുക്കുന്ന സ്ഥലങ്ങളിലൊക്കെ നമ്മുടെ ആളിൽ ജെന്റിൽമാൻമാരാണ്, സത്യസന്ധന്മാരാണ്, മാന്യന്മാരാണ്. ഇപ്പം ഇവിടുന്ന് അമേരിക്ക പോകുന്ന ആള്, ഇവിടുന്ന് യൂറോപ്പിൽ പോകുന്ന ആള് ജെന്റിൽമാനായിട്ട് അവിടെ പ്രവർത്തിക്കുന്നു. ആ സിസ്റ്റത്തിൽ ഇഴുകി ചേർന്ന് ഒരഴിമതിയും കാണിക്കാതെ ഹാർഡ് വർക്കിംഗ് ആയിട്ട് നിൽക്കുന്നു. ഒരു സൊസൈറ്റിയുടെയും കൂടെ ഒരു കൾച്ചറാണ്. അതാണ് ഞാൻ പറഞ്ഞ 50% താഴെ നിന്നും കൂടെ വരണം. എൻ്റെ മോക്ക് അഡ്മിഷൻ കിട്ടാൻ ഞാൻ കൈക്കൂലി കൊടുക്കും. എൻ്റെ മോന് ജോലി കിട്ടാൻ ഞാൻ പിന്നെ അദ്ദേഹത്തിൻ്റെ വീട്ടിൽ കൊണ്ട് 5 ലക്ഷം 40 ലക്ഷം കൊടുക്കും. ഈ നയമാണ് നമുക്കുള്ളത്. എന്നിട്ട് ബാക്കിയുള്ളവരത് ചെയ്യുമ്പോൾ നമ്മൾ ബഹളം ഉണ്ടാക്കും. അത് പാടില്ല. നമ്മൾ അപ്പം ഇത് ചെയ്യുന്നത് എന്താണെന്ന് വെച്ചാൽ ബാക്കി എല്ലാവരും ചെയ്യുന്നു. അതാണ് പറഞ്ഞാൽ മോളിൽ നിന്ന് ക്ലീനിങ് വരേണ്ടതാണ്. ഇപ്പോൾ വലിയ ആൾക്കാർ പലപ്പോഴും, വലിയ പണച്ചാക്കുകൾ പലപ്പോഴും ഇത് ചെയ്യുമ്പോൾ താഴെക്കടയിലുള്ളവൻ വീട് വിറ്റിട്ടും നമുക്ക് ജോലി കിട്ടാൻ വേണ്ടി ഇങ്ങനെ ചെയ്യുന്നു. അപ്പം ഇത് പൂർണ്ണമായി നിർത്താൻ ഉള്ള ഏർപ്പാട് ചെയ്യുകയും ഏത് തെറ്റ് ചെയ്യുന്നോ ആ തെറ്റിന് കർശനമായ ശിക്ഷ എന്നുള്ളതാണ് വേണ്ടത്, അല്ലാതെ നിയമമല്ല. ശിക്ഷയാണ് വേണ്ടത്. ഞാൻ കോടതിയിൽ പോകുന്ന ആളാണ്, ഞാൻ കോടതി കണ്ടിട്ടുണ്ട്. ഏത് നിയമം വന്നാലും അതിനൊരു ലൂപ്പ് ഹോൾ ഉണ്ടാക്കി പ്രസന്റ് ചെയ്യുക എന്നുള്ളതാണ് വക്കീൽ. നല്ല വക്കീലിന്റെ ലക്ഷണം അതാണ്.
നല്ല രീതിയിൽ അതിനാണല്ലോ വക്കീലിനെ ഇരുത്തിയിരിക്കുന്നത്. അങ്ങനെയല്ല യൂറോപ്പിലെ വക്കീൽ, അതാണ് ഞാൻ വ്യത്യാസം പറഞ്ഞത്. യൂറോപ്പിലൊരു വക്കീല് റൂൾസിനെ അവർ ബിറ്റ്വീൻ ലൈൻസിലും ബിറ്റ്വീൻ ദ ലൈൻസിലും അല്ല വായിക്കുന്നത്, അതിൻ്റെ എസൻസിലാണ്. ഇപ്പോൾ ഒരു വക്കീല് കോടതിയിൽ ചെന്ന് ഒരു കൗൺസില് യൂറോപ്പിലെ ഒരു കോടതിയിൽ കള്ളം പറഞ്ഞുകൊണ്ട് അല്ലെങ്കിൽ നിയമത്തിനെ വളച്ചൊടിക്കാനോ ചെന്നാൽ ജഡ്ജ് പറയും യു ഹാവ് ടു ലുക്ക് അറ്റ് ദ സ്പിരിറ്റ് ഓഫ് ദറ്റ് ലോ, നോട്ട് ദ വേർഡ്സ് ഓഫ് ദറ്റ് ലോ. പക്ഷെ ഇവിടെ അതല്ല. ഇതിന്റെ സ്പിരിറ്റിൽ നിങ്ങൾ കണ്ടെത്തുക, അല്ലാതെ ആ വേർഡ്സിൽ കയറി പിടിക്കുക. പറഞ്ഞു കഴിഞ്ഞാൽ താങ്കൾ ബാർ അസോസിയേഷൻ പുറത്താക്കും. അല്ല, ഇത് ബാർ അസോസിയേഷൻ അവിടെ സുപ്രീം കോടതി മുതൽ ഇത് പലയിടത്തും നടക്കുകയാണ്. ഇത് മാറണം. എല്ലായിടത്തും ഇത് തന്നെയാണ് സംഭവം. സ്പിരിറ്റാണ് എടുക്കേണ്ടത്, ഒരു നിയമത്തിന്റെ സ്പിരിറ്റാണ്. അപ്പം നമുക്ക് ബലാത്സംഗത്തിന് ആദ്യം 10 വർഷം ശിക്ഷ, പിന്നെ ജീവപര്യന്തം ശിക്ഷ, ഇപ്പൊ തൂക്കി കൊല്ലാൻ ശിക്ഷ, അങ്ങനെ പോയിട്ട് കാര്യമില്ല. ശിക്ഷ അപ്പൊ ഈ ശിക്ഷകളെല്ലാം ലൂപ്പ് ഹോളിൽ കൂടെ രക്ഷപ്പെടുകയും ചെയ്യും. അതുകൊണ്ട് ലൂപ്പ് ഹോൾ ഇല്ലാതെ നമ്മൾ പറഞ്ഞ ശിക്ഷ കൊടുത്താൽ മതി. 10 വർഷം കഠിന 10 വർഷം കഠിന, പിന്നെ എക്സംഷൻ കൊടുക്കരുത്. എക്സംഷൻ കൊടുക്കുന്നെങ്കിൽ എക്സ്ട്രാ ഓർഡിനറി പെർഫോമൻസ് കാണിച്ച് ജെന്റിൽമാനായി വന്നവനെ കൊടുക്കാം. ഇപ്പോൾ താങ്കൾ പറയുന്നത് ശിക്ഷയെ കുറിച്ചിട്ടാണ്. പക്ഷേ ഇവിടെ ശിക്ഷ പോയിട്ട് ആരോപണ വിധേയന മാറ്റി നിർത്തുന്ന പോലും ഇല്ല എന്നുള്ളതാണ് ഇവിടുത്തെ ഒരു വിഷയം. കേരള പോലീസിലേക്ക് വന്നു കഴിഞ്ഞാൽ അവിടെയാണ് ജനങ്ങൾ നിസ്സംഗരായി പോകുന്നതും. ജനങ്ങൾക്ക് ഇപ്പൊ എല്ലാവരും പറയും പ്രതികരണ ശേഷി ഇല്ല. ജനങ്ങൾക്ക് പ്രതികരിച്ചിട്ട് ഇപ്പൊ എന്ത് ചെയ്യാൻ പറ്റും? ചെയ്യേണ്ട കാര്യം ഇപ്പൊ ഈ പറയുന്ന സുജിത് ദാസിനെയോ അല്ലെങ്കിൽ എം ആർ അജിത് കുമാറിനെയോ ലോ ആൻഡ് ഓർഡറിൽ നിന്ന് മാറ്റാൻ ജനങ്ങൾക്ക് പറ്റില്ല. പറ്റും. പറ്റേണ്ടത് മുഖ്യമന്ത്രിക്കാണ്. അതെന്തുകൊണ്ട് അവർ ചെയ്യുന്നില്ല? മുഖ്യമന്ത്രിക്ക് പറ്റിയില്ലെങ്കിൽ ജനങ്ങൾക്ക് പറ്റും. പക്ഷേ ജനങ്ങൾ മുഴുവൻ ഇപ്പം പണ്ട് ജർമ്മനി ചെയ്ത പോലെ എല്ലാവരും കാർ കൊണ്ടുവന്ന് റോഡിലിട്ടിട്ട് ലോക്ക് ചെയ്തിട്ട് പോയി. ഒറ്റ സമരമായിരുന്നു, ഇടപാട് തീർന്നു, എല്ലായിടവും ബ്ലോക്കായി. മന്ത്രിക്കും പോകാൻ പറ്റില്ല, ഐ ജിക്കും പോകാൻ പറ്റില്ല, DGPക്കും പോകാൻ പറ്റില്ല, ആശുപത്രിക്ക് കൊണ്ടുപോകാനും പറ്റില്ല. ഒറ്റ ദിവസം കൊണ്ട് എല്ലാ പ്രശ്നവും തീർന്നു. ജനങ്ങൾ തെരുവിലിറങ്ങണം. പക്ഷേ ജനങ്ങൾ തെരുവിലിറങ്ങാത്ത എന്തുകൊണ്ടാണ്? ഇപ്പം പേടിച്ചിട്ട്. ഇപ്പം പണ്ടൊക്കെ ആണെങ്കിൽ നമ്മളൊരു സമരത്തിനൊക്കെ വിളിച്ച ആളുടെ റെസിഡൻസ് സൊല്യൂഷൻ്റെ ഇത് പോലും നമ്മുടെ ഇവിടുത്തെ പൈപ്പ് ലൈൻ പൊട്ടിക്കിടക്കുന്നു, നമുക്ക് നേരെ വാട്ടർ അതോറിറ്റിയിലോ അല്ലെങ്കിൽ പഞ്ചായത്ത് ഓഫീസിലോ പോയി സമരം ചെയ്യാന്ന് പറഞ്ഞാൽ വിളിച്ചാൽ അപ്പം ആളെ കിട്ടുമായിരുന്നു. ഇപ്പം രാഷ്ട്രീയം കൂടി പോയി. ഇപ്പം രാഷ്ട്രീയ അതിപ്രസരണം വന്നു. ഇതിനകത്ത് അവസാനം ഇതിനകത്ത് ചിത്തപ്പേരെ കിട്ടുള്ളൂ, യഥാർത്ഥ കാര്യം നടക്കുകയില്ല എന്നൊക്കെ ജനത്തിന് ബോധ്യമായി പോയി. യാഥാർത്ഥ്യം ജനങ്ങൾ തിരിച്ചറിഞ്ഞു. ഇപ്പം സമരം ചെയ്യാൻ പോയാൽ എൻ്റെ തല പൊട്ടുമെന്നല്ലാതെ ഇതിന് മാറ്റം വരുത്താനായിട്ട് ആരും തയ്യാറാകുന്നില്ല എന്നുള്ള സത്യം മനസ്സിലായി. പോലീസിൽ ഒരു വിഷയം വന്നു കഴിഞ്ഞാൽ ഇപ്പോൾ എന്നെ ഇന്നലെ വൈകുന്നേരം ഒരു പോലീസ് ഉദ്യോഗസ്ഥൻ വിളിച്ചിരുന്നു. പുള്ളിയായിട്ടുള്ള സൗഹൃദ സംഭാഷണത്തിൽ പുള്ളി പറയുന്ന ഒരു കാര്യം എന്ന് വെച്ച് കഴിഞ്ഞാൽ, ഞാൻ എൻ്റെ വീട് പണി ഏകദേശം പൂർത്തിയായിക്കൊണ്ടിരിക്കുന്നത്, ഞാനിതെങ്ങനെ പൂർത്തിയാക്കും എന്നുള്ളതാണ് പുള്ളി ചോദിക്കുന്നത്. കാരണം ഇത് പറയാൻ കാര്യം വേറൊരു ഉദാഹരണം കൂടെയുണ്ട്. ഇപ്പോൾ എനിക്ക് അറിയാവുന്ന, ഇപ്പം നമ്മൾ കേരള സമൂഹം ഏറെ ചർച്ച ചെയ്ത പ്രമാദമായ ഒരു അഴിമതി കേസ്, ആ അഴിമതി കേസ് അന്വേഷിക്കുന്ന ടീമിലേക്ക് ഒരു ഉദ്യോഗസ്ഥനെ ഇടുകയാണ്, ഒരു DYSP റാങ്കിൽ ഉദ്യോഗസ്ഥനെ പോസ്റ്റ് ചെയ്യണം. അദ്ദേഹം വർഷങ്ങൾക്ക് മുമ്പ് തിരുവനന്തപുരം നഗരത്തിൻ്റെ ഭാഗത്ത് ഇവിടെ ഒരു 5 സെൻറ്റ് ഭൂമി വാങ്ങിയിട്ടിട്ട് അവിടെ ഒരു വീട് വയ്ക്കാനായിട്ട് അയാൾ ഇങ്ങനെ കാശ് ചിട്ടി കെട്ടി കുറേ തടി വാങ്ങുന്നു, സൂക്ഷിക്കുന്നു. ഒരു ഏതെങ്കിലും ഒരു ദിവസം അവധി കിട്ടുമ്പോൾ പോയി ആ തടി മില്ലിൽ കൊണ്ടുപോയി അറുത്തിട്ട് വരുന്നു. അങ്ങനെ കുറേശ്ശെ വീട് പണി നടത്തി എങ്ങനെയെങ്കിലും ഈ ഓണത്തിനെങ്കിലും ആ വീട്ടിൽ കിടന്ന് ഉറങ്ങണമെന്നുള്ള ആഗ്രഹമായിട്ട് വന്ന് ആ ഒരു താല്പര്യത്തോടെ നിൽക്കുന്ന സമയത്താണ് പുള്ളി ഈ പ്രത്യേക അന്വേഷണ സംഘത്തിലോട്ട് ഈ പ്രമാദമായ കേസിലോട്ട് ഇടുന്നത്. പുള്ളി അന്നേരം വീട് പണി നിർത്തിവെച്ചു. കാരണം ഞാൻ ഇനി ഇത്രയോ നാൾ ഞാൻ ലീവ് എടുത്തതും തടിയെറുക്കാൻ പോയതും ചിട്ടി കെട്ടിയതും ഈ ചിട്ടി പിടിക്കാനായിട്ട് ഓടി നടന്നതൊന്നും ആരും കണ്ടിട്ടില്ല. നാളെ ഞാൻ ഈ കേസ് അന്വേഷിക്കുന്നു എന്നുള്ള ഇപ്പോൾ പത്രത്തിൽ ഏകദേശം എൻ്റെ പേര് കൂടെ വന്നപ്പോൾ ഏകദേശം എല്ലാവർക്കും അറിയാം ഈ കേസ് അന്വേഷിക്കുന്നതിൽ ഒരാൾ ഞാനാണ്. നാളെ ഞാൻ വീട് വെച്ച് കഴിഞ്ഞാൽ ഞാൻ ഇന്ന ആളുടെ കയ്യിൽ നിന്ന് കാശ് വാങ്ങിയിട്ടല്ലേ ഈ വീട് വെച്ചത് എന്ന് ആരെങ്കിലും ചോദിച്ചു കഴിഞ്ഞാൽ ഞാൻ എന്ത് ചെയ്യും? എൻ്റെ മക്കളുടെ മുഖത്ത് പോലും എനിക്ക് എങ്ങനെ നോക്കാൻ പറ്റുമെന്ന് അദ്ദേഹം ചോദിക്കും. അപ്പോൾ ഇതിൽ ഈ ശരിക്കും മാന്യമര്യാദയ്ക്ക് ജീവിക്കുന്ന ഉദ്യോഗസ്ഥരുടെ ഒരു അവസ്ഥയല്ലേ ഇതിൽ ശരിക്കും കഷ്ടമായിരിക്കുന്നത്? ഏറ്റവും പരിതാപകരം അവരാണ്. അതായത് സത്യസന്ധമായിട്ട് ജോലി ചെയ്യുന്നവർ, അവരെ പലപ്പോഴും കഠിനമായ ജോലി ചെയ്യുന്ന പോസ്റ്റിലേക്ക് ഇടും. അവരുടെ ട്രാൻസ്ഫർ എന്ന് പറഞ്ഞാൽ അവർക്ക് ട്രാൻസ്ഫർ വന്നാൽ അവർ ട്രാൻസ്ഫർ പോകണം. കളിച്ച് കിഴിച്ച് നടക്കുന്നവൻ, സമരം ചെയ്ത് നടക്കുന്നവൻ, യൂണിയനുമായി ബന്ധം സ്ഥാപിച്ചിരിക്കുന്നവൻ, പോലീസ് മേലുദ്യോഗസ്ഥനെ കാര്യങ്ങൾ കേൾക്കാതെ തട്ടിക്കളയുന്നവർ, ഇവർക്കൊക്കെ കൂടുതൽ സ്വാധീനം ഓഫീസിനകത്ത് വരുന്നു. അവരെ പലരും പേടിച്ച് അവർക്ക് ട്രാൻസ്ഫർ എന്നാൽ എത്രയും പെട്ടെന്ന് ഇങ്ങോട്ട് കൊടുക്കാനും മറ്റു കാര്യങ്ങളും ചെയ്യുന്നു. യൂണിയൻ്റെ അടുത്ത് തട്ടിക്കയറുന്നവർക്ക് യൂണിയൻ പരിഗണന കൊടുക്കുന്നു. ഇങ്ങനെയൊക്കെ വരുന്ന സാഹചര്യങ്ങൾ വരുമ്പം മര്യാദക്കാരൻ പലപ്പോഴും തിരിച്ചായി പോകുന്നു. പോലീസ് ഡിപ്പാർട്ട്മെൻറ്റിൽ ഒരു സ്ട്രീം ലൈനിങ് ആവശ്യമാണ്. പോലീസ് ഡിപ്പാർട്ട്മെൻറ്റിൻ്റെ ഏറ്റവും പ്രത്യേകത എന്ന് പറയുന്നത് അവിടെ ഒരു ക്രമസമാധാനത്തിൻ്റെ ഒരു ലൈനുണ്ട്. അതായത് പണ്ടാണെങ്കിൽ IG, ഇപ്പോഴാണെങ്കിൽ DGP, അതുപോലെ തന്നെ ജില്ലാ പോലീസ് മേധാവി, അത് കഴിഞ്ഞാൽ SHO. ഈ കണ്ണി കറക്റ്റായിരിക്കണം. ഈ കണ്ണിയിൽ കൂടെ വേണം എല്ലാ ഫോക്കസും കറക്റ്റായിട്ട് പോകേണ്ടത്. കമ്മ്യൂണിക്കേഷൻ, ഇവർ തമ്മിലുള്ള കമ്മ്യൂണിക്കേഷൻ കറക്റ്റായിരിക്കണം.
അപ്പോൾ ഇപ്പോൾ ജില്ലാ പോലീസ് ഓഫീസർമാരുടെ എണ്ണം SP-മാരുടെ എണ്ണം കൂടിയാലും കുഴപ്പമില്ല. അപ്പോൾ 14 SP-മാരെന്നുള്ളത് 24 ആയാലും പിന്നെ 28 ആയാലും കുഴപ്പമില്ല. അപ്പോൾ അവരുടെ കീഴിൽ വരുന്നവരെ അവർക്ക് കറക്റ്റായിട്ട് കൺട്രോൾ ചെയ്യാൻ പറ്റുകയും മേലുദ്യോഗസ്ഥനുമായിട്ടുള്ള ബന്ധം കറക്റ്റാക്കുകയും ചെയ്യുക. ഇതിനിടയ്ക്ക് ഇൻ്റർഫിയറൻസ് വന്നാൽ പലപ്പോഴും ആ പോലീസ് ഡിപ്പാർട്ട്മെൻറ്റിൻ്റെ പ്രവർത്തനത്തെ ബാധിക്കാറുണ്ട്. അതാണ് ഏറ്റവും വലിയൊരു അപാകതയായിട്ട് പോലീസ് ഡിപ്പാർട്ട്മെൻറ്റിൽ നിന്ന് വലിയ ഉദ്യോഗസ്ഥർ പോലും പറയുന്ന കാര്യം. മനസ്സിലായി. നമുക്കിതിൻ്റെ ഒരു കൺക്ലൂഷനിലോട്ട് വന്നു കഴിഞ്ഞാൽ ഇപ്പോൾ ADGP MR അജിത് കുമാറിനെ മാറ്റിയിട്ടില്ല നിലവിൽ. അതുപോലെ തന്നെ സുജിത് ദാസിനെ സംരക്ഷിച്ചുകൊണ്ട് ADGPയുടെ കാര്യം തൽക്കാലം മാറ്റി നിർത്തുക. അതൊരു ആരോപണമാണ്, ഇനിയും അന്വേഷിച്ച് കണ്ടെത്തേണ്ട കാര്യമാണ്. പക്ഷേ സുജിത് ദാസിനെതിരെ ക്രിസ്റ്റൽ ക്ലിയർ ആയിട്ട് ഓൾറെഡി ഒരു വകുപ്പ് തല അന്വേഷണത്തിൻ്റെ റിപ്പോർട്ട് വന്നു കഴിഞ്ഞു. MLA വിളിച്ച് സ്വാധീനിച്ചത് ഗുരുതരമായ ചട്ടലംഘനമാണ് എന്ന് പറഞ്ഞ വ്യക്തിക്ക് ഒരു സസ്പെൻഷൻ പോലുമില്ല. ഈ ഒരു സാഹചര്യത്തിൽ ഇനി അടുത്ത് അങ്ങോട്ട് എന്തായിരിക്കും സംഭവിക്കാൻ പോകുക? താങ്കളുടെ ഒരു ഒപ്പീനിയനോട് കൂടി അവസാനിപ്പിക്കാം. പോലീസിൽ ക്രിമിനൽ വാസന കൂടും ഇങ്ങനെയൊക്കെ ചെയ്തു കഴിഞ്ഞാൽ. പണ്ട് വിജയ് മാഷ് ഇത് പറയും, നമ്മൾ കള്ളനെ പേടിച്ച് പോലീസിനെ കൊണ്ടുവന്നു, ഇപ്പോൾ പോലീസിനെ പേടിച്ച് നടക്കാൻ നിവൃത്തിയില്ല. വളരെ സത്യമായി വന്ന് ഭവിച്ചിരിക്കുന്ന ഒരവസ്ഥയാണ്. ഇതിൽ ആരാണ് കള്ളൻ, ആരാണ് പോലീസ് എന്നുള്ളതാണ് പ്രശ്നം. അവിടെയാണ് കള്ളൻ പോലീസായാൽ എന്ത് വരും എന്നുള്ളതാണ് ഇപ്പോഴത്തെ പ്രശ്നം. ഇപ്പം ക്രിമിനലിനേക്കാൾ വലിയ ക്രിമിനലായിട്ട് പോലീസ് ഡിപ്പാർട്ട്മെൻറ്റിലുണ്ടെന്ന് DGP-മാർ പറയുന്ന കാലമാണ്. നമ്മൾ തന്നെ കണ്ടു, ഭാര്യയെ കൊല്ലാൻ ഒരു ക്രിമിനലിനെ ഒരു പോലീസ് ഓഫീസർ ഉപയോഗിക്കുകയാണ്. ഭാര്യയെ കൊല്ലുന്നതിന് ഒരു ക്രിമിനലിനെ ഉപയോഗിക്കുകയാണ്. അപ്പോൾ ക്രിമിനലും അവരും തമ്മിലുള്ള അവിഹിത ബന്ധം എത്രയുണ്ടെന്ന് ആലോചിച്ചത്. ഇതിനകത്ത് താങ്കൾ ചോദിച്ച ചോദ്യത്തിനുള്ള ഉത്തരം, നിയമപാലകരെ നിയമലംഘകരാക്കരുത്. സർക്കാർ അതിനിട കൊടുക്കരുത്. നിയമപാലകർ എപ്പോൾ നിയമം ലംഘിക്കുന്നു എന്ന് കാണുന്നോ അപ്പോൾ അവരെ അവിടെ ബ്രേക്ക് ഇടാനായിട്ട് കഴിയണം. പണ്ട് അതിന് കഴിഞ്ഞിരുന്നു, ഇപ്പോൾ അതിന് കഴിയുന്നില്ല. പോലീസ് ഡിപ്പാർട്ട്മെൻറ്റ് ഭരിക്കുന്നവർക്ക്, പാർട്ടികൾക്ക് ഇതൊക്കെ ബാധകമാണ്. മനസ്സിലായി. എപ്പോൾ നമ്മൾ ഇത് തിരുത്തി ചെയ്യുന്നോ അന്ന് നമ്മുടെ പോലീസ് ഡിപ്പാർട്ട്മെൻറ്റിൻ്റെ ആ ഒരു കെട്ടുറപ്പ് നശിച്ചു. ഡിസിപ്ലിൻ പാലിക്കുമെന്ന് മുഖ്യമന്ത്രി പറഞ്ഞില്ല. ഡിസിപ്ലിൻ പാലിക്കണമെങ്കിൽ ആദ്യം വേണ്ടത് നിയമത്തിൻ്റെ രീതിയിൽ തന്നെ നടപ്പിലാക്കണം. മനസ്സിലായി. ഏതായാലും ഇപ്പോൾ MR അജിത് കുമാറിനെതിരെ അന്വേഷണം പ്രഖ്യാപിച്ചിരിക്കുകയാണ്. അന്വേഷണത്തിൻ്റെ റിപ്പോർട്ട് എന്താണെന്ന് നോക്കട്ടെ, അതിനുശേഷം നമുക്ക് ബാക്കി കാര്യങ്ങൾ അന്നേരം ചർച്ച ചെയ്യാം. ശരി, നന്ദി.